അൽഹംദുലില്ലാ അസ്സലാത്തു അസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ ആനന്ദം നിറഞ്ഞ, അതിലേറെ ആഹ്ലാദം നിറഞ്ഞ നിങ്ങളുടെ ഒത്തുകൂടലാണ്, കൂടിച്ചേരലാണ്. കുടുംബബന്ധം ഇങ്ങനെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശുഭ മുഹൂർത്തമാണ്. അൽഹംദുലില്ലാ. ആ ആനന്ദവേളയിലേക്ക് ഏതാനും നിമിഷങ്ങൾ നിങ്ങളോടൊക്കെയൊപ്പം പങ്കുവയ്ക്കുവാൻ വേണ്ടിയുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. ആദ്യമായി സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. അതോടൊപ്പം ഇങ്ങനെയൊരു അവസരം ലഭിച്ചതിൽ അതിയായ കൃതജ്ഞതയോട് കൂടിയിട്ട് ഏതാനും നിമിഷങ്ങൾ ഇവിടെ നിങ്ങളുടെ ആഘോഷത്തിൽ, നിങ്ങളുടെ ആനന്ദ മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ഇരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. സത്യത്തിൽ ഈ മൈക്കിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? സ്റ്റേജിന്മേൽ നിൽക്കേണ്ട കാര്യം തന്നെ ഇല്ല. നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരാളായിക്കൊണ്ട് തന്നെ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പുറമെയുള്ള ഒരാളാവുമ്പോൾ നിങ്ങൾക്കും കേൾക്കാനൊരു ബുദ്ധിമുട്ടാണ്, എനിക്ക് പറയാനും പ്രയാസമാണ് അല്ലേ? അപ്പോൾ കുറച്ച് നേരം നിങ്ങളുടെ VMB കുടുംബത്തിലെ ഒരാളായിക്കൊണ്ട് കാണുമ്പോൾ അതേ അർത്ഥത്തിലും ആഴത്തിലും നിങ്ങളോട് ഒരുപക്ഷെ എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും ആ അനുഭവങ്ങളിലൂടെ ഞാൻ ഉൾക്കൊള്ളാറുള്ള പല പാഠങ്ങളും, എങ്ങനെ ജീവിതമായി തീരണം, എങ്ങനെ ജീവിതം ആയി തീരരുത് എന്ന് എന്നോടെന്ന പോലെ ഞാൻ സ്വയം ഉൾക്കൊള്ളുന്നത് പോലെ അത് നിങ്ങളിലേക്കും എത്തിക്കുവാൻ എനിക്ക് സാധിക്കുമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിനായി സർവശക്തനായ അള്ളാഹുവിനോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഒത്തുകൂടൽ അത് ഏറ്റവും നല്ല ഒരു സൽക്കർമ്മമായി കൊണ്ട് പടച്ചോന് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ട, മനസ്സിലിങ്ങനെ കൊത്തിവെക്കേണ്ട ഒരു വചനമുണ്ട്. പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത് വാക്കുകൾ. നാളെ പരലോകത്ത് വെച്ച് ആദ്യം പ്രതിഫലം നൽകുന്നത്, ആദ്യം പുണ്യം നൽകുന്ന നന്മ എന്ന് പറയുന്നത് അത് കുടുംബബന്ധം ഊട്ടിയുറപ്പിച്ചവനും ദാനകർമ്മം ചെയ്തവനുമാണ്. പഠിച്ചവന് പ്രതിഫലം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം പ്രതിഫലം കൊടുക്കുക കുടുംബബന്ധം ഊട്ടിയുറപ്പിച്ചവനും ദാനകർമ്മം ചെയ്തവനുമാണ് എന്ന് പറയുമ്പോൾ ആ പുണ്യം നേടുന്നവരുടെ കൂട്ടത്തിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും നടന്ന് അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന വലിയ കാര്യം തന്നെയാണ്. എന്നാൽ അതേ അർത്ഥത്തിൽ തന്നെ പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ഒഴുകുകയാണ്. നാളെ പരലോകത്ത് വെച്ച് ഏറ്റവും ആദ്യം ശിക്ഷ ലഭിക്കുന്നത്, ഏറ്റവും ആദ്യം ശിക്ഷ നൽകപ്പെടുന്നത് അത് കുടുംബബന്ധം വിച്ഛേദിച്ചവനാണ്, കുടുംബബന്ധം മുറിച്ചവനാണ് എന്നുകൂടി മഹാനായ മുത്തുനബി മുസ്തഫ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ലോക പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ലോകത്തിൽ പേര് കേട്ട കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. സാൻഫോർഡ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒക്കെ പോലെ. അവയുടെ കൂട്ടത്തിൽ അത്ര തന്നെ ഫേമസ് ആയ, അത്ര തന്നെ പേരെടുത്ത വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ട്രിനിറ്റി യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ കൂടിയാണ് അദ്ദേഹം ഒരു ചരിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് മിഖായേൽ എച്ച് ഹാർട്ട്. അദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തമായ ഒരു കൃതിയുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിലെ ഒരു പുസ്തകമാണത്. ആ പുസ്തകത്തിൻ്റെ പേരിങ്ങനെയാണ്: ദ 100 റാങ്കിങ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് വേൾഡ്. അതായത് ലോകത്തുള്ള മനുഷ്യന്മാരിൽ ആദം നബി മുതൽ ലോകത്ത് ജനിച്ച് ജീവിച്ച് മരണപ്പെട്ടുപോയ, അല്ലെങ്കിൽ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്ന കോടാനുകോടി മനുഷ്യന്മാരിൽ നിന്നും ലോകത്തുള്ള ഓരോ മനുഷ്യന്മാരിലും ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന രൂപത്തിൽ ജീവിച്ച 100 പേരുടെ റാങ്കിങ് ആണ്, 100 പേരുടെ ലിസ്റ്റാണ് ആ പുസ്തകത്തിലുള്ളത്. അതിലുള്ള ആളുകളെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ഈ ആളുകളെ ഒരു മനുഷ്യന് ഉത്തമ മാതൃകയാക്കാൻ സാധിക്കുന്ന രീതിയിൽ ജീവിച്ച് മരണപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ആ പുസ്തകത്തിൽ എണ്ണപ്പെട്ട 100 പേര്. അതിൽ ഒന്നാമത്തെ റാങ്ക് കിട്ടിയ ഒരു മഹാനുണ്ട്.
ഫസ്റ്റ് റാങ്ക്, ആ 100 പേരിൽ കൊടാനുകോടി മനുഷ്യന്മാരിൽ നിന്നും തിരഞ്ഞെടുത്ത ആ 100 പേരിൽ 1-ാം റാങ്ക് കിട്ടിയ മഹാൻ. ആ മഹാന് ജീവിതത്തിൽ ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും കരാറ് ലംഘിച്ചിട്ടില്ല. തൻ്റെ ജീവിത ലക്ഷ്യം അത് ഭൗതിക ലക്ഷ്യത്തിനപ്പുറത്തേക്ക് പാരത്രിക ജീവിത ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിതത്തെ സൂക്ഷ്മമായി മാറ്റിയ മഹാനായിരുന്നു അദ്ദേഹം. തൻ്റെ പെരുമാറ്റ മഹാത്മ്യം കൊണ്ട്, തൻ്റെ സ്വഭാവ വൈഭവ്യം കൊണ്ട് ശത്രുക്കളിൽ പോലും സ്നേഹവും അതുപോലെ പരിഗണനയും നേടിയെടുക്കാൻ സാധിച്ച മഹത് വ്യക്തിയായിരുന്നു. ഒരു ഉത്തമ ഗൃഹനാഥൻ എങ്ങനെയാവണമെന്നും ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിക്കും ഒരു സേനാധിപതിക്കും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിക്കും ഒരു ഭർത്താവിനും ഉത്തമ മാതൃക കാണിച്ചിരുന്ന ആ മഹത് വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് ആലങ്കോട് ലീലാകൃഷ്ണൻ അവറുകൾ അദ്ദേഹം ഒരു ആമുഖം എഴുതുന്നുണ്ട്. അതിങ്ങനെയാണ്: ഈ വ്യക്തിയെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് പുതിയ കാലഘട്ടത്തിൻ്റെ അനിവാര്യതകളിൽപ്പെട്ട ഒന്നാണ്. ഈ വ്യക്തി എല്ലാ മതവിശ്വാസികൾക്കും ഇനി മതമില്ലാത്ത ആളുകൾക്കും ജീവിതത്തിൽ മാതൃക കാണിക്കാൻ ഏറ്റവും ഉചിതമായ ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ്റെ ജീവചരിത്രം ഒരു മഹാ അത്ഭുതമാണ് എന്നാണ് പ്രിയപ്പെട്ട രചയിതാവ്, പ്രിയപ്പെട്ട കവി, പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ അവറുകൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തിനാ ഇപ്പം ഇങ്ങനൊരു മനുഷ്യനെക്കുറിച്ച് ഇവിടെയൊക്കെ പറയണത് എന്നല്ലേ. ഇങ്ങനൊരു വ്യക്തിയെക്കുറിച്ച് നമുക്കൊക്കെ ജീവിതത്തിൽ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ജീവിതം എങ്ങനെയാവണം? നമ്മളൊക്കെ ജീവിക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? കുറേ പൈസ ഉണ്ടാക്കാനാണോ? ഹലോ VMPക്കാരെ, നിങ്ങളോടാ ചോദിക്കണം, കുറേ പൈസ ഉണ്ടാക്കാനാണോ? നിങ്ങൾ ഇങ്ങനെ ഇരിക്കരുത് കേട്ടോ. ഒന്നാമത് നമ്മളാകെ 10-15 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മിണ്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ എനർജി ആകെ പോയി പോകും ഇല്ലേ. കുറേ ആളുകളെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മുമ്പിലുള്ള 3-4 പേരെ മുഖത്തേക്ക് മാത്രം നോക്കിയാൽ മതി. പക്ഷെ നിങ്ങൾ ആകെ 10-15 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മുഖത്തേക്കും എനിക്ക് എത്തും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം എനർജറ്റിക് ആയിട്ടിരിക്കണോ അത്രയും സ്മാർട്ടായിട്ട് എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കുറേ പ്രസംഗമൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ ക്ലിനിക്കിലുള്ള കുറേ അനുഭവങ്ങളൊക്കെ നിങ്ങളോട് പറയും. ആ അനുഭവത്തിൽ നിന്ന് ഒരു പക്ഷേ അന്ന് അത് അനുഭവിച്ച സമയത്ത് ഞാൻ നെയ്തെടുത്ത ചില പാഠങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ആവില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതം അങ്ങനെ ആവരുത് എന്ന് ഞാൻ കരുതിയ ചില കാര്യങ്ങൾ നിങ്ങളെപ്പോലെ എൻ്റെ മുമ്പിൽ കിട്ടുന്ന കുടുംബാംഗങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുക. അത്രേ ഉള്ളൂ അല്ലേ. അല്ലാണ്ട് മസിൽ പിടിച്ചിരിക്കൊന്നും വേണ്ട. അപ്പം നമ്മൾ ജീവിക്കുന്നത്, നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറേ പൈസ ഉണ്ടാക്കാനല്ല, കുറേ പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടാക്കുക എന്നതിലപ്പുറത്തേക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ, കുറേ സ്വത്തും സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ, കുറേ സ്ഥാനമാനവും പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അതേ അർത്ഥത്തിലും ആഴത്തിലും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കൂടെ അല്ലെങ്കിൽ അവയ്ക്കൊക്കെ മുകളിലായിക്കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? സ്വസ്ഥതയും സമാധാനവുമാണ് അല്ലേ. സ്വസ്ഥതയും സമാധാനവും ഇല്ലെങ്കിൽ, സമാധാനം സംതൃപ്തി ഇല്ലെങ്കിൽ ഇതൊക്കെ വേസ്റ്റാണ്. എത്ര സമ്പത്ത് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, എത്ര സ്വത്ത് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അത് പറഞ്ഞപ്പോൾ മനസ്സിൽ ഓർമ്മ വന്നതാണ് ഒരു കേസ്. ഒരിക്കലും ഒരു സ്ത്രീ കൗൺസിലിങ്ങിന് വരികയാണ് ക്ലിനിക്കിൽ. ഒരു കൂടെ ഒരു ഭർത്താവും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം അവരാണ് ക്ലിനിക്കിൽ കയറി വന്നത്. കയറി വന്ന ഉടനെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഡോക്ടറെ ഞാൻ വന്നത് 1.5 കോടിൻ്റെ റേഞ്ച് റോവറിലാണ്. വന്ന് കയറിയപ്പോൾ തന്നെ ആ സ്ത്രീ എന്നോട് പറയാണ്, 1.5 കോടി വില മതിക്കുന്ന റേഞ്ച് റോവറിലാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ വീട് 8000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ്. താഴെ 8 ബെഡ്റൂമും മുകളിൽ 8 ബെഡ്റൂമും ഉണ്ട്. ഫുൾ AC അറ്റാച്ച്ഡ് ആണ് എൻ്റെ വീട്. എനിക്ക് 5 കുട്ടികളുണ്ട്. എൻ്റെ ഭർത്താവിന് ആ അങ്ങാടിയുടെ ഓലെ വീട് നിൽക്കുന്ന അങ്ങാടിയുടെ പേര് പറഞ്ഞിട്ട് ആ അങ്ങാടി മുഴുവനുള്ള ബിൽഡിങ്ങും എൻ്റെ പുയ്യാപ്പിളൻ്റെയാണ്. അപ്പം ഞാൻ മനസ്സിലാലോചിച്ചു, നിങ്ങളിപ്പോൾ എന്തിനെ ഇങ്ങോട്ട് വന്നു എന്ന്, ക്ലിനിക്കിലേക്ക് ഇപ്പോൾ എന്തിനേ വന്നു? ഉത്തരം അവിടെയാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് എനിക്ക് എന്താ? എനിക്ക് സ്വസ്ഥത ഇല്ലല്ലോ, എനിക്ക് സമാധാനം ഇല്ലല്ലോ, ഇതൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നതായിരുന്നു അവരുടെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അതുമാണ്. നമ്മൾ കിടന്നുറങ്ങുന്നത് ഒരു കുഞ്ഞു കുടിലാവാം. മഴയിൽ നിന്നും വെയിലിൽ നിന്നും മാത്രം നമ്മെ രക്ഷിക്കുന്ന
ഒരു കുഞ്ഞു 4 ചുമരുകളും ഒരു മേൽക്കൂരയും മാത്രമുള്ള കുടിലായിരിക്കാം. ഒരു പക്ഷേ സുഖലോലുപതകളോ സുഖ സൗകര്യങ്ങളോ എല്ലാം കുറവായിരിക്കും. പരിമിതമായ ആ ഇടത്തും സ്വസ്ഥതയും സമാധാനവും കണ്ടെത്താൻ സാധിക്കുക, സമാധാനത്തോടെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുവാനും ഉണരുവാനും സാധിക്കുക എന്നതാണ് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം. അതിനു വേണ്ടിയാണ് നമ്മൾ സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ സ്വസ്ഥതയും സമാധാനം നിറഞ്ഞ ജീവിതം തേടി നടക്കുകയാണ് നമ്മളൊക്കെ. എവിടെ സമാധാനം ഉള്ളത്, എവിടെ സ്വസ്ഥത ഉള്ളത് എന്നിങ്ങനെ തിരഞ്ഞു നടക്കുമ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് ലോക പ്രശസ്തരായ ആളുകളൊക്കെ പറയാം, ഇങ്ങനൊരു മനുഷ്യനുണ്ട്. ഏത് മതവിശ്വാസികൾക്കും ഇദ്ദേഹത്തെ, ഈ മഹത് വ്യക്തിയെ മാതൃകയാക്കി ജീവിക്കാം. ഈ മനുഷ്യൻ്റെ ജീവിതം കണ്ട് ജീവിച്ചാൽ സ്വസ്ഥതയോട് കൂടിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് നമുക്ക് ജീവിക്കാം. അത് ആത്മീയതയിലൂടെയാണെങ്കിലും അഥവാ പാരത്രിക ലോകത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഭൗതിക ലോകത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഈ മനുഷ്യനെ നിങ്ങൾ മാതൃകയാക്കുക എന്ന് ലോകം കണ്ട എല്ലാ മഹാന്മാരും പറയുമ്പോൾ ഇനി എന്താണ് അത് ഈ കുടുംബസംഗമത്തിൽ അതിൻ്റെ പ്രാധാന്യം എന്നായിരിക്കും. ഈ വ്യക്തിയുടെ ജീവിതം എല്ലാ മേഖലകളിലും, ആ വ്യക്തി ജീവിച്ച് കാണിച്ചു കൊടുത്ത എല്ലാ മേഖലകളിലും മാതൃക കാണിച്ച മഹാനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒത്തുകൂടൽ കുടുംബ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുമ്പോൾ ഇമ്പം പകരുന്നതിൻ്റെ സംഗമം. കൂടുമ്പോൾ ഇമ്പാണ് ഉണ്ടാവുന്നത്. ഓൾറെഡി നിങ്ങൾ ഓരോ കുടുംബങ്ങളും കൂടുമ്പോൾ ഇമ്പാ. ഇവിടെ എല്ലാ കുടുംബങ്ങളും കൂടെ ഒരുമിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാവണ ഇമ്പം എത്ര ആഴത്തിലായിരിക്കും അല്ലേ. പക്ഷെ നിങ്ങൾ മുഖത്ത് കാണില്ല എന്ന് മാത്രം. ഉറക്കം വരുന്നുണ്ടാ നിങ്ങൾക്ക്? എന്തേലും ഉച്ചക്ക് ബിരിയാണി ചെയ്യുന്നു? വെറുതെ അല്ല, നല്ല ചിക്കൻ ബിരിയാണി. പോത്ത് ബിരിയാണിയാ? പോത്ത് ബിരിയാണിയാ? എന്നാ പിന്നെ പറയണ്ട. ഉള്ള നെയ്യൊക്കെ അല്ലേ വയറ്റ് കിടന്ന് ഇങ്ങനെ ദഹിച്ച് അതിൻ്റെ പ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ട് ഉറക്കം വരും. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷെ ഉറങ്ങരുത്. ഞാൻ 3 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് വരുന്നത്. എൻ്റെ വീട് നിലമ്പൂരും കഴിഞ്ഞ് എടക്കരയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് 30 കിലോമീറ്ററും കൂടെ പോയാൽ നമ്മൾ ഊട്ടിയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ തമിഴ്നാട് കേരള ബോർഡറിൽ നിന്നാണ് ഞാൻ വരുന്നത്, നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഉറങ്ങരുത്. നമ്മൾ കുറച്ചല്ലേ ഉറങ്ങുന്ന ആളെ പിടിച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടാ. കാരണം കുറച്ച് പേരേ ഉള്ളൂ, എനിക്ക് വേഗം കാണാൻ പറ്റുമെന്ന് പിന്നെ ഞാൻ ഓർമ്മിപ്പിക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കൂടുമ്പോൾ ഇമ്പം പകരുന്ന നിങ്ങളുടെ ഈ ശുഭമുഹൂർത്തത്തിൽ ഇവിടെ ആ മനുഷ്യൻ, ആ മഹത് വ്യക്തി, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം എങ്ങനെയായിരുന്നു എന്ന് നോക്കിക്കാണുകയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നത് മാത്രമാണ് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ ചർച്ചയുടെ പ്രാധാന്യം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ആരാണ് ആ മഹത് വ്യക്തി എന്ന്? The 100 ranking of the most influential personalities in the history of world എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒരു പുസ്തകമാണത്. ആ പുസ്തകത്തിൽ 100 പേരെ എണ്ണി പറഞ്ഞപ്പോൾ അതിൽ 1ാമത്തെ റാങ്ക് ലഭിച്ചത് പ്രിയപ്പെട്ടവരെ അഭിമാനത്തോടെ നമുക്ക് ഓരോരുത്തർക്കും എഴുന്നേറ്റ് നിന്ന് പറയാൻ സാധിക്കും. ഏകനായ ഇലാഹിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ആ മഹത് വ്യക്തി. സമാധാന സന്തോഷം തേടി നമുക്ക് എവിടേക്കെങ്കിലും പോകണോ? എവിടെയെങ്കിലും പോകണോ നമ്മൾ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവാചകരാണ്. ഈ ഭൂമിയിൽ അള്ളാഹു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അവറുകളെ കുറിച്ചാണ് മഹാന്മാരിങ്ങനെ പുകഴ്ത്തി പാടുന്നത്. ആ ജീവിതത്തെ, ആ മഹത്തായ ജീവിതത്തെ നമ്മൾ ഇങ്ങനെ അങ്ങ് എടുക്കേണ്ടേ വേണ്ടൂ. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയേ വേണ്ടൂ. സമാധാനവും സന്തോഷവും സംതൃപ്തിയും നാം പോലും അറിയാതെ നമ്മുടെ കൂടെ അങ്ങ് വന്നോളും. അതുകൊണ്ട് ഈ ഒരവസരത്തിൽ, ഈ വേളയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓരോരുത്തരും കേൾക്കുവാനും അനുഭവിപ്പിക്കുവാനും അർഹമായ ജീവിതം ആ മഹത് വ്യക്തിയുടേത് തന്നെയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലേക്ക് പോവാം. എപ്പോഴും ക്ലിനിക്കിൽ ഞാൻ കേൾക്കുന്ന പരാതിയാണ്, ഡോക്ടറെ ഇവളെ ഒന്ന് നന്നാക്കി തരുമോ, അല്ലെങ്കിൽ ഡോക്ടറെ ഇവനെ ഒന്ന് നന്നാക്കി തരുമോ, ഇയാളെ ഒന്ന് ശരിയാക്കി തരുമോ, അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് ശരിയാക്കി തരുമോ എന്നൊക്കെ. ഈ ശരിയാക്കുക, നന്നാക്കുക എന്നൊക്കെയുള്ള വാക്കാണ് എപ്പോഴും കേൾക്കുക. സത്യത്തിൽ ഈ ശരിയാക്കുക, നന്നാക്കുക എന്നൊക്കെയുള്ള വാക്ക് കേൾക്കുമ്പോൾ വിചാരിക്കലുണ്ട്, എങ്ങനെയാണ് ശരിയാക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നന്നാക്കുക? ഈ ഫാനും ലൈറ്റും മിക്സിയൊക്കെ കേടാൻ നമുക്ക് വേഗം ശരിയാക്കാം അല്ലേ? അത് മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുകൊടുത്ത് അത് ശരിയാക്കി കൊടുക്കാം. ഈ ജീവനോടെ പച്ചയായ മജ്ജയും മാംസവും ബുദ്ധി വികാര വിചാരങ്ങളൊക്കെ ഉള്ള മനുഷ്യന്മാരെ ശരിക്കും നമുക്ക് നന്നാക്കാൻ പറ്റുമോ?
പറ്റുണ്ട് ഇയാളെ. ഹൈ VMP നിങ്ങളാ പറയണ്ടേ, നന്നാക്കാൻ പറ്റുമോ? ആര് വിചാരിച്ചല്ല നന്നാവുക? അപ്പം നിങ്ങൾ തരക്കേടില്ല. ഇതൊക്കെ ഉള്ളിലിങ്ങനെ വെച്ച് കണ്ടല്ലേ മുണ്ടാണ്ട് മസിൽ മുടിച്ചിരിക്കണേ. അവരവർ വിചാരിക്കണം അല്ലേ? അത് വേറൊരാളുടെ മുമ്പിൽ വന്നിട്ട് ഇന്നൊന്ന് നന്നാക്കി തരുമോ ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ നന്നാവണോ, ഞാൻ ശരിയാകണോ, ഞാൻ ഏറ്റവും നല്ലതാവണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അല്ലാണ്ട് എൻ്റെ ചുറ്റുമുള്ള ആളുകൾ ഒരുമിച്ച് വിചാരിച്ചിട്ടും കാര്യമല്ല, ഞാൻ നന്നാവില്ല. അങ്ങനെയാണ് നമ്മളുടെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ക്ലിനിക്കിൽ നന്നാക്കി തരുമോ എന്ന് ചോദിച്ച് വരുന്ന ആളുകൾ അതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു പരാതിയാണ്, എന്താ എൻ്റെ കുടുംബം മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ എന്താ എൻ്റെ വീട് മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് മാത്രം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ ഓള് മാത്രം, എൻ്റെ ഭാര്യ മാത്രം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ മാത്രം എന്താ ഇങ്ങനെ, അല്ലേ, എൻ്റെ മക്കൾ മാത്രം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ മാത്രം എന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യം. എന്തുകൊണ്ട് എൻ്റേത് മാത്രം ഇങ്ങനെ? സത്യത്തിൽ എൻ്റേത് മാത്രം ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടോ? നമുക്കൊരു കഥ കേൾക്കാം അല്ലേ? ചോദ്യം ഉണ്ടോ ചോദിച്ചാൽ ചോദ്യമുണ്ട്. ഒരു കഥ കേൾക്കാം. കഥ ഇഷ്ടമല്ലേ നിങ്ങൾക്കൊക്കെ? ഒരിക്കൽ രണ്ടാൾക്കാർ സ്വർഗവും നരകവും കാണാൻ പോവാ. കഥയാണ് കേട്ടോ, കഥയിൽ ചോദ്യമില്ല, അതുകൊണ്ടാണ് കഥയാണെന്ന് ഞാൻ പിന്നെയും പറയണത്. രണ്ടാൾക്കാർ സ്വർഗവും നരകവും കാണാൻ വേണ്ടിയിട്ട് പോവാ. അങ്ങനെ ഇവർ പോയി നരകത്തിൻ്റെ മുമ്പിലെത്തി. നോക്കുമ്പോൾ നരകത്തിൻ്റെ വാതിലൊന്നുമില്ല, ജനൽ മാത്രമേ ഉള്ളൂ. ഇവർ ജനലൊക്കെ തുറന്ന് ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ കണ്ട കാഴ്ച, നരകത്തിൻ്റെ ഉള്ളിൽ ഒരു ടേബിൾ ഇങ്ങനെ വിരിച്ച് വെച്ചിട്ടുണ്ട്. വലിയ ടേബിളാണ്, വിശാലമായ തീന്മേശയാണ്. ആ റൂമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഒരുപാട് കൊത്തുപണികളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള റൂമാണ്. ടേബിളിൽ വിരിച്ചിരിക്കുന്ന വിരിയൊക്കെ നല്ല ചിത്രപ്പണികളൊക്കെയുള്ള നല്ല മനോഹരമായ വിരിയൊക്കെ വിരിച്ച് ഭംഗിയായി ടേബിൾ നിറയെ വിഭവ സമൃദ്ധമായ ആഹാരപാനീയങ്ങളാണ്. കുറേ പാനപാത്രങ്ങളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. പാത്രം നിറയെ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അങ്ങനെ കുറച്ച് സമയം ഈ ടൂർ വന്ന ആളുകൾ ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. പെട്ടെന്നൊരു ബെല്ലടിച്ചപ്പോൾ നരകത്തിലുള്ള ആൾക്കാരൊക്കെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടി വരിക. പക്ഷേ ഉണ്ടല്ലോ, ഈ വന്ന ആളുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കൈകൾ ഒരു ഇരുമ്പ് ദണ്ടുമായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. നീളത്തിലുള്ള ഒരു ഇരുമ്പ് ദണ്ടിലേക്ക് ശരീരത്തിൽ നിന്നും നിവർത്തി കെട്ടി വെച്ചിട്ടാണ് എല്ലാവരുടെയും രണ്ട് കൈകളും ഉള്ളത്. പക്ഷെ എല്ലാവരും വന്ന്, എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്, ഓടി വരികയാണ്. എല്ലാവരും വന്ന് അവരവരുടെ കയ്യിൽ ഭക്ഷണം എടുത്തു. പക്ഷേ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ കഴിയുമോ? എന്തുകൊണ്ടാ? ഈ കൈ ഇരുമ്പ് ദണ്ടിൽ കെട്ടി വെച്ചിട്ടുള്ളത്, അത് മടങ്ങൂല. അത് മടങ്ങാത്തതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും കയ്യിലുള്ള ഭക്ഷണമൊക്കെ കുറേ പേരതൊക്കെ ചാടിപ്പോയി. പാത്രത്തിലുള്ളത് കുറേ പേർക്ക് എടുക്കാനും പറ്റില്ല. അങ്ങനെ അത് ഭക്ഷണം മുഴുവൻ കുറച്ച് സമയം കൊണ്ടങ്ങ് ചീത്തയായി, വേസ്റ്റായി, നഷ്ടപ്പെട്ടങ്ങ് പോവാണ്. ഇതൊക്കെ കണ്ട് നമ്മൾ ടൂർ വന്ന ആൾക്കാർക്ക് കുറച്ചൊക്കെ സങ്കടമൊക്കെ തോന്നി. ഇത്രയേറെ ഭക്ഷണമൊക്കെ വേസ്റ്റായിട്ട് പോവല്ലേ, ആൾക്കാരെ വയറൊട്ടും അറിഞ്ഞതുമില്ല, ആർക്കും വിശപ്പടക്കാനും പറ്റിയില്ല, ഭക്ഷണം വെറുതെ പാഴായി പോവുകയും ചെയ്തു. ഇങ്ങനെ നിരാശയോട് കൂടിയിട്ട് അവർ എന്തായാലും തരക്കേടില്ല, നമുക്കിന്ന് സ്വർഗം കാണാൻ പോവാമെന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് നടക്കുകയാണ്. തൊട്ട് മുമ്പിൽ തന്നെ നമ്മളെ സ്വർഗമുണ്ട്. സ്വർഗത്തിനും വാതിലില്ല, ജനൽ മാത്രമേ ഉള്ളൂ. ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇവർ നോക്കുമ്പോൾ ഇതേപോലെ തന്നെ സ്വർഗത്തിലും മേശയുണ്ട്. മേശ നിറയെ ഭക്ഷണ പദാർത്ഥങ്ങളാണ്, ഒരുപാട് ആഹാരപാനീയങ്ങളുണ്ട്. അവിടെയും ബെല്ലടിച്ചു. ഇതേപോലെ ആളുകൾ വരികയാണ്. ദുഃഖം എന്ന് പറയട്ടെ, ഈ കണ്ട ആളുകളും സ്വർഗത്തിലെ ആളുകളും രണ്ട് കൈകളും ഇരുമ്പ് ദണ്ടിൽ ഇങ്ങനെ ഘടിപ്പിച്ച പോലെയുള്ളത്. ഇവർക്ക് വീണ്ടും സങ്കടമായി. മിക്കവാറും ഈ ഭക്ഷണവും മുഴുവൻ നഷ്ടപ്പെട്ടു പോകാനുള്ളതാണ്, പാഴായി പോകാനുള്ളതാണ് എന്ന് അവർ ഉറപ്പിക്കുക. പക്ഷേ ഉണ്ടല്ലോ, സ്വർഗത്തിലെ ആൾക്കാരൊക്കെ വന്ന് എല്ലാവരും തങ്ങളുടെ കൈകളിൽ ഭക്ഷണം എടുത്തു. പക്ഷേ വായിലേക്ക് എത്തുമോ? വായിലേക്ക് മടക്കാൻ പറ്റുമോ? മടക്കാൻ കഴിയൂല, ഇരുമ്പ് ദണ്ടിൽ കെട്ടി വെച്ചിട്ടുള്ളത്. പക്ഷേ ഉണ്ടല്ലോ, അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. എല്ലാവരുടെയും വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. എല്ലാവരുടെയും വയറ് നിറയുകയും ആ ഭക്ഷണം ഒരു തരി പോലും പാഴാവാതെ എല്ലാവരും ഭക്ഷണം മുഴുവനായും കഴിക്കുകയും ചെയ്തു. എങ്ങനെയാണ് കഴിച്ചത്? മക്കളൊന്ന് പറഞ്ഞാണ് എങ്ങനെയാണ് കഴിച്ചത്? വെരി ഗുഡ്. ഒന്ന് ഇങ്ങോട്ട് വാ, അത് മൈക്കിൽ പറ. വാ, ഹൈ, സ്മാർട്ടായിട്ട് വാ. VMPക്കാരെ അഭിമാനാണ്. വാ, ഒന്ന് കൈയടിച്ച എല്ലാവരും. അവള് കറക്റ്റ് ആൻസർ പറഞ്ഞു കേട്ടാ. പേര് പറ.
മൈക്കിൽ. എങ്ങനെയാ ഭക്ഷണം കഴിച്ച് കൊടുത്തേ? വെരി ഗുഡ്. ഒന്ന് കൈ അടിക്കോ? സ്മാർട്ടായിട്ട് എല്ലാവരും. എങ്ങനെയാ ഭക്ഷണം കഴിച്ചേ? തൊട്ടപ്പുറത്തുള്ള ആളുടെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുത്തുകൊണ്ട് അവരവരുടെ വയറ് നിറക്കുന്നതിന് പകരം തൊട്ടരികിലുള്ള കൂടെയുള്ള ആളുടെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഊട്ടിക്കൊണ്ട് ഒരു തരി ഭക്ഷണം പോലും പാഴാവാതെ എല്ലാവരുടെയും വയറ് നിറക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ടൂറൊക്കെ കഴിഞ്ഞ് ഓലോലെ പുറേക്കന്നെ പോയി. നോക്കൂ, ഇവിടെ നമ്മൾ കണ്ടത് 2 സ്ഥലങ്ങളാണ്. ഒന്നിനെ നമ്മൾ നരകം എന്ന് വിളിച്ചു, മറ്റൊന്നിനെ നമ്മൾ സ്വർഗം എന്നും വിളിച്ചു. പക്ഷേ ഒരേ അന്തരീക്ഷമായിരുന്നു 2 ഇടങ്ങളിലും ഉണ്ടായിരുന്നത്, അല്ലേ? 2 ഇടങ്ങളിലും ഒരേ സാഹചര്യമായിരുന്നു, ഒരേ അന്തരീക്ഷമായിരുന്നു. ഒരേ അന്തരീക്ഷത്തിൽ ഒരേ സാഹചര്യത്തിൽ ഒന്ന് സ്വർഗമായി മാറുകയും മറ്റൊന്ന് നരകമായി മാറുകയും ചെയ്തു. ഇതുപോലെയാണ് നമ്മളെയൊക്കെ പോരാ ഒരേപോലെ തന്നെയാണ്, അല്ലേ? വീട് ഒരേപോലെ തന്നെയാണ്. ഉമ്മയും ഉപ്പയും ഉണ്ടാവും, വല്യമ്മയും വല്യുപ്പയും ഉണ്ടാവും, നാത്തുമാരും ഇളച്ചിയും മൂത്തച്ചിയും മക്കളും പേരക്കുട്ടികളും മരുമക്കളും എല്ലാവരും കൂടെ അടങ്ങിയ ഒരു കുടുംബം. ഒരു പക്ഷേ കൂട്ടുകുടുംബമാവാം, ഒരു പക്ഷേ അണുകുടുംബമാവാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അതിനെ സ്വർഗമാക്കി മാറ്റേണ്ടതും നരകമാക്കി മാറ്റേണ്ടതും നമ്മുടെ കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുമാണ്. അത് എത്രയേറെ ആ കുടുംബത്തിനുള്ളിലുള്ള ബന്ധങ്ങൾ അത് എത്ര കണ്ട് ഊഷ്മളമാകുന്നോ അത്രയേറെ അവിടെയുള്ള മനുഷ്യന്മാർ സ്വസ്ഥതയും സമാധാനവും കണ്ടെത്തുവാൻ സാധിക്കുമെന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുൻപിൽ പറഞ്ഞു വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു അല്ലെങ്കിൽ ഒരു മുസ്ലിം എന്ന രൂപത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ നമസ്കാരത്തെയും പ്രാർത്ഥനയും കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിലെ പ്രാർത്ഥനകളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയുന്നതിനേക്കാളേറെയായിട്ട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ബന്ധങ്ങളെക്കുറിച്ച്. നിങ്ങൾ ബന്ധങ്ങൾക്കുള്ളിൽ കൈക്കൊള്ളേണ്ട അല്ലെങ്കിൽ പെരുമാറ്റ രീതികൾ, ഒരാളോട് ഇടപഴകേണ്ട രീതികൾ, നാം മനുഷ്യരെങ്ങനെയൊക്കെ ആയിത്തീരണം എന്നതിൻ്റെ പ്രാധാന്യമാണ് പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ നാം മനുഷ്യന്മാർക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. ഇനി എന്തിനാണ് ഈ ബന്ധങ്ങളുടെയൊക്കെ ഊഷ്മളത, എന്തിനാ ഈ സ്വസ്ഥതയും സമാധാനമൊക്കെ ഇപ്പം എന്തിനാ എന്നുള്ളൊരു ചോദ്യത്തിന് ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം, എൻ്റെ ക്ലിനിക്കിലുണ്ടായൊരു അനുഭവം നിങ്ങളിലേക്ക് പങ്കുവെക്കുകയാണ്. ഒരിക്കൽ ഒരു സ്ത്രീ കൗൺസിലിങ്ങിന് വരികയാണ്. അവരുടെ മോളും ഉണ്ട്, അതുപോലെ ഭർത്താവും ഉണ്ട്, ക്ലിനിക്കിലേക്ക് വരുന്നു. അങ്ങനെ ആദ്യം ഉമ്മ കയറി വന്നിട്ട് മക്കളെ കുറിച്ചൊക്കെ പറയാം. 3 കുട്ടികളാണ്. വലുത് മോനാണ്, രണ്ടാമത്തതും മൂന്നാമത്തതും പെൺകുട്ടികളാണ്. മോന് കൊറിയ എന്ന് പറഞ്ഞ രാജ്യത്ത് അവിടെ ജോലി ചെയ്യാണ്. ഒരു കൊറിയക്കാരനെ കല്യാണം കഴിച്ച് അവിടെ സെറ്റിൽഡാണ്. അവിടെ ജോലിക്ക് വേണ്ടിയിട്ട് പോയി, പഠിക്കാൻ വേണ്ടി പോയി, അവിടെ ജോലിയായി, അവിടെ ഒരു കൊറിയക്കാരനെ കല്യാണം കഴിച്ച് അവിടെ കൊറിയയിൽ സെറ്റിലാണ്. രണ്ടാമത്തെ മോള് കല്യാണമൊക്കെ കഴിഞ്ഞു, പക്ഷേ ഒരു കുട്ടി അവൾക്കുണ്ട്. ആ കുട്ടിയോടൊപ്പം അവൾ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. കാരണം അവൾ ഡിവോഴ്സിയാണ്, അവൾ വിവാഹമോചനം വാങ്ങി അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട്. 3ാമത്തെ മോളെയും കൊണ്ടാണ് കൗൺസിലിങ്ങിന് വന്നിട്ടുള്ളത്. 3ാമത്തെ കുട്ടീനെ വാപ്പ ഗൾഫിൽ പോയി പിടിച്ചു കൊണ്ടുവരികയാണ്. ഓൾ ഉമ്മ ഇപ്പൊന്നും അറിയാതെ ഗൾഫിലേക്ക് മുങ്ങിയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓളെ പിടിച്ച് കെട്ടിക്കോ എന്ന് വിചാരിച്ചിട്ട് കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഗൾഫിലേക്ക് പോയതാണ്. പ്രിയപ്പെട്ടവർ, ആ കുട്ടിയുടെ ചരിത്രം ആ കുട്ടി പറഞ്ഞു തരികയാണ്. ആ കുട്ടിയെ വിളിച്ച സമയത്ത് ഇങ്ങനെയായിരുന്നു. അവൾ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ കല്യാണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ ആ കുട്ടി പറഞ്ഞു ഫൈനൽ ഇയർ അല്ലായിട്ടുള്ളൂ, എനിക്ക് PG കഴിഞ്ഞിട്ട് കല്യാണം മതി. PG കഴിഞ്ഞപ്പോൾ വീണ്ടും കല്യാണം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാനൊരു കോഴ്സൊക്കെ ചെയ്തിട്ട് മതി, ജോലി കിട്ടണമെങ്കിൽ ചെറിയ എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സുകളൊക്കെ ചെയ്യണം. അങ്ങനെ കോഴ്സ് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ അതിന് ഉപ്പ സമ്മതിച്ചു. അങ്ങനെ അവൾ കോഴ്സിന് പോയി. കോഴ്സ് കഴിഞ്ഞപ്പോൾ കല്യാണം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ വീണ്ടും പറയുകയാണ് എനിക്കൊരു ജോലിയായിട്ട് മതി ഉപ്പ കല്യാണം. അങ്ങനെ ഉമ്മയിപ്പോൾ അതിന് സമ്മതിച്ച് അവൾ ജോലിക്കൊക്കെ ജോയിൻ ചെയ്തു, ജോലിക്കൊക്കെ പോയി തുടങ്ങി. ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോൾ ഉമ്മയിപ്പോൾ വീണ്ടും കല്യാണ ആലോചനകളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ 1-2 വിവാഹാലോചനകൾക്കൊക്കെ അവൾ നിന്ന് കൊടുത്തു. പക്ഷേ ചിലതൊക്കെ അവർക്ക് ഇഷ്ടമായില്ല, ചിലതൊന്നും അവൾക്ക് ഇഷ്ടമായില്ല. അങ്ങനെ ഒരു കല്യാണം
ഇങ്ങനെ കുറേയേറെ വിവാഹാലോചനകൾ ആ കുട്ടി ഇങ്ങനെ ഒഴിവാക്കിയപ്പോൾ കുടുംബക്കാരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു, ഇനി ഓളെ സമ്മതം നമുക്ക് ചോദിക്കേണ്ട, നമുക്കൊരു കല്യാണം കൂടി ഉണ്ടാക്കാം. ഓളെ സമ്മതം കിട്ടിയിട്ട് നമ്മളൊരു പക്ഷേ ഓളെ കെട്ടിക്കൂല എന്നുള്ളൊരു തീരുമാനത്തേക്ക് കുടുംബം ഒന്നായിട്ട് എത്തണം. അങ്ങനെ അനുയോജ്യമായിട്ടുള്ളൊരു പ്രപ്പോസലൊക്കെ വന്നു. പെണ്ണ് കാണുക എന്ന് പറയുന്നൊരു ചടങ്ങ് മാത്രമേ പിന്നീട് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പെണ്ണ് കാണലിൻ്റെ ആ ദിവസം രാവിലെ അവൾ ജോലിക്കൊക്കെ പോയി, ഉച്ചയ്ക്ക് നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഉച്ചയാകുമ്പോൾ അവൾ ഉപ്പാനെ വിളിച്ചിട്ട് പറയുകയാണ്, ഉപ്പ ഞാൻ വരുന്നില്ല, ഞാൻ എയർപോർട്ടിലാണ് ഉള്ളത്, ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ്, എനിക്ക് ഗൾഫിലൊരു ജോലി ശരിയായിട്ടുണ്ട്. അങ്ങനെ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ അവൾ കയറി ഗൾഫിലെത്തി, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവിടെ ജോലിക്ക് കയറി. 2 മാസം കഴിഞ്ഞപ്പോൾ ഉപ്പയും അവിടെ പോയിട്ട് അവളെ പിടിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ ആ കുട്ടിയെ അരികിലിരുത്തി, ആ കുട്ടി വളരെ വ്യക്തമായ ധാരണ അവൾക്കുണ്ട്, അവൾ ചെയ്തത് തെറ്റായിരുന്നു അല്ലേ, അവൾ ചെയ്തത് വലിയ തെറ്റായിരുന്നു. കാരണം ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കാതിരിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു വചനമാണ്, മാതാപിതാക്കളുടെ സംതൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ സംതൃപ്തി ഉള്ളത്, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപമുള്ളത്. മാതാപിതാക്കളുടെ സംതൃപ്തി ഇല്ലാതെ, അവരുടെ സമാധാനവും സ്വസ്ഥതയും അവരുടെ ഇഷ്ടവും ഇല്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം എന്താ, അതിന് അള്ളാഹുവിൻ്റെ ഇഷ്ടമില്ല, അള്ളാഹുവിൻ്റെ സംതൃപ്തി ഇല്ല എന്നാണ് അതിനർത്ഥം. എന്നാൽ മാതാപിതാക്കളുടെ സംതൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ സംതൃപ്തി ഉള്ളത്. അവിടെ മാതാപിതാക്കളുടെ കോപമാണ് ഉള്ളത് എങ്കിൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ കോപമാണ് ഉള്ളത് എന്ന് പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ വചനം അതേ അർത്ഥത്തിലും ആഴത്തിൽ ആ കുട്ടി ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നു. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കതറിയാം, എന്നിട്ടും ഞാൻ ഇങ്ങനെ ചെയ്തത് എനിക്ക് വിവാഹം കഴിക്കേണ്ടാത്തത് കൊണ്ടാണ്, എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് കല്യാണേ കഴിക്കണ്ട, എനിക്ക് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒന്നും വിശ്വാസമില്ല, എനിക്ക് ഭൂമിയിൽ ഒരു മനുഷ്യനും വിശ്വാസമില്ല, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം, ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ആ ശമ്പളം കൊണ്ട് ഉമ്മാക്കും ഉപ്പാക്കും അയച്ചു കൊടുത്ത് ബാക്കിയുള്ള പൈസ കൊണ്ട് ഞാനും ജീവിച്ചോളാം ഡോക്ടറെ, ഉമ്മാനും ഉപ്പാനെയൊക്കെ ഞാൻ നന്നായിട്ട് നോക്കും, കാരണം ഉമ്മയും ഉപ്പ എൻ്റെ സ്വർഗ്ഗമാണെന്നുള്ളത് എനിക്കറിയാം. ഉമ്മയും ഉപ്പയും നമുക്കരികിൽ നിന്നും പ്രായമായ ഉമ്മയും ഉപ്പയും നാം പരിചരിച്ച് മരണപ്പെട്ടു പോയാൽ എനിക്ക് സ്വർഗമാണെന്ന് എൻ്റെ മുത്ത ഹബീബിൻ്റെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് എൻ്റെ ഉമ്മാനും ഉപ്പാനും ഞാൻ നോക്കും, എൻ്റെ ഉമ്മാനും ഉപ്പാനും ഞാൻ പരിചരിക്കും, പക്ഷെ എനിക്ക് കല്യാണം വേണ്ട എന്നാ കുട്ടി പറയാം. അപ്പോൾ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ, ആ കാരണം അന്വേഷിക്കുക, അതിന് പരിഹാരം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പണി. കാരണം ചോദിച്ചപ്പോൾ ഈ കുട്ടി ചെറുപ്പം മുതലേ ഉള്ള അവളുടെ അനുഭവങ്ങൾ പറയുകയാണ്. അവൾ എന്നോട് ചോദിച്ചു, എന്തിനാണ് ഡോക്ടറെ കല്യാണം കഴിക്കണത്, മനുഷ്യന്മാരെ സ്വസ്ഥതയും സമാധാനം സന്തോഷമൊക്കെ നഷ്ടപ്പെടുത്താൻ എന്തിനാ കല്യാണം കഴിക്കണേന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കുന്നതിന് പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹത്തെ ഒരു മനുഷ്യന് ശാരീരികമായോ അല്ലെങ്കിൽ മാനസികപരമായോ യാതൊരു പ്രയാസങ്ങളും ഇല്ല എങ്കിൽ, അസുഖങ്ങളൊന്നും ഇല്ല എങ്കിൽ ആ വ്യക്തി വിവാഹം കഴിച്ചിരിക്കണം. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വിവാഹം കഴിച്ചിരിക്കണം. അത് നിർബന്ധമാക്കപ്പെടാത്ത ഒരു കർമ്മമാക്കിയത് ഒരു പക്ഷേ രോഗാവസ്ഥകൾ കാരണം മനുഷ്യന്മാർക്ക് വിവാഹം കഴിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നിർബന്ധമാക്കുക എന്ന കർമ്മം കൊണ്ട് പ്രയാസപ്പെടാതിരിക്കാനാണ്. പക്ഷേ ഒരു മനുഷ്യൻ യാതൊരു പ്രയാസങ്ങളും ഇല്ലാത്ത, ശാരീരികമായോ മാനസികമായോ ഒരു പ്രയാസവും ഇല്ലാത്ത ആളാണ് എങ്കിൽ വിവാഹം കഴിക്കുക എന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 3 വാക്കും നമ്മളുടെ മനസ്സിലുണ്ടാവണം. വിവാഹത്തിലൂടെ ഒരു പുരുഷനും സ്ത്രീയും ഒന്നാവുക എന്ന് പറയുന്ന നിക്കാഹ് എന്ന് പറയുന്ന പവിത്രമായ കർമ്മത്തിലൂടെ സംഭവിക്കുന്നത് ഉണ്ടാവേണ്ടത് ആനന്ദവും ആഹ്ലാദവും സംതൃപ്തിയുമാണ്. ഈ 3 കാര്യത്തിനും വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്. ആ അവസരത്തിലാണ് ഇവിടെ മക്കൾ പറയുന്നത്, എന്തിനാ കല്യാണം കഴിക്കണത്? സ്വാഭാവികമായിട്ട് കുട്ടിനോട് ചോദിക്കുന്ന കാര്യമാണ്, മോളെ ആനന്ദവും ആഹ്ലാദവും സംതൃപ്തിയൊക്കെ വേണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അത് പറയുമ്പോൾ ആ കുട്ടി തിരിച്ച് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ, ഞാനതിൻ്റെ പുറയിൽ കണ്ടിട്ടില്ലല്ലോ ഡോക്ടറെ എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും ഞാനത് കണ്ടിട്ടില്ല, ആ ആനന്ദവും ആഹ്ലാദവും സംതൃപ്തി അവരെനിക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് ഓർമ്മ വെച്ച അന്ന് മുതൽ ഉമ്മയുടെയും ഉപ്പയുടെയും ഇടയിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ, അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഓരോ സന്ദർഭങ്ങൾ ആ കുട്ടി വിവരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഉള്ളിൽ കൊളത്തി വലിച്ചൊരു അനുഭവമുണ്ട്. ആ അനുഭവമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. അവൾ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ, അവൾ 7ാം ക്ലാസ്സിലാണ്, അവളുടെ ഇത്താത്ത 10ാം ക്ലാസ്സിൽ, ഇക്കാക്ക +2. ആ സമയത്ത് ഒരു ദിവസം അവരൊക്കെ പഠിക്കുകയാണ്. ഉപ്പ വീട്ടിൽ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു ഭക്ഷണം എടുത്തു വെക്കാൻ.
അങ്ങനെ ഉമ്മ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ട് ഉമ്മ നേരെ അടുക്കളയ്ക്ക് പോവാണ്. അടുക്കളയിൽ എത്തിയപ്പോൾ ഉപ്പ സീറ്റിൽ വന്നിരുന്നു, ഭക്ഷണ തീന്മേശയ്ക്ക് അരികിലിരുന്നു. എന്നിട്ട് അന്ന് മീൻകറി അമ്മ ഉണ്ടാക്കിയിരുന്നതെന്ന് പറഞ്ഞു. ഈ മീൻകറി പാത്രത്തിൽ നിന്നും കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് നോക്കിയിട്ട് ഉപ്പ ഉമ്മാൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു അത്രേ, ഉമ്മാൻ്റെ പേര് നമുക്ക് പൊന്നാനി ആക്കല്ലേ കുറച്ച് നേരം, നിങ്ങൾക്ക് പരാതി ഉണ്ടാ? പൊന്നാനി ആയിക്കോട്ടെ അല്ലേ? ആ ഓക്കെ, നിങ്ങളെ സമ്മതത്തോട് കൂടിയിട്ടാട്ടോ പറയണേ, അതിന് പരാതി പറയരുതേ. അപ്പോൾ ഉമ്മാൻ്റെ പേര് പൊന്നാനിയാണേ. അപ്പോൾ ഉപ്പ പറയാണ്, ഉമ്മാൻ്റെ പേര് വിളിച്ചിട്ട് ഉമ്മാൻ്റെ പേര് വിളിച്ചിട്ട് ഉപ്പ പറയാ, അല്ലടി പൊന്നാനിയിൽ ഇന്ന് രാവിലെ വെള്ളപ്പൊക്കം ഇനിയോന്ന്? പൊന്നാനിയിൽ ഇന്ന് രാവിലെ വെള്ളപ്പൊക്കമായിരുന്നോ? കറി വെള്ളപ്പൊക്കമായിരുണ്ടല്ലോ, മീൻകറി വെള്ളപ്പൊക്കമായിരുണ്ടല്ലോ, അതുകൊണ്ട് കുളിക്കാൻ പോലും പറ്റൂലെന്ന്. കഴിക്കാൻ പോയിട്ട് കുളിക്കാൻ പോലും പറ്റൂലല്ലോ ഈ കറി കൊണ്ട് എന്ന് പറയാണ് ഉപ്പ. ഇത് കേട്ട പാടെ അടുക്കളയിൽ നിൽക്കണ ഉമ്മ ഇത് കേൾക്കുകയാണ്. ഉമ്മ പറഞ്ഞു, വല്ലതും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയുക, എന്നോട് പറയുക, അല്ലാണ്ട് എൻ്റെ പുരക്കാരെ പറയലല്ല, അല്ലാണ്ട് എൻ്റെ വീട്ടുകാരെ പറയലല്ല എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല, കോമ ഇട്ടിട്ടില്ല. ഉമ്മ തുടരാണ് അല്ലേ, കുറേ കുത്ത് അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കുട്ടി മുഴുവൻ എനിക്ക് പറഞ്ഞു തന്നിരുന്നു, എനിക്ക് ഓർമ്മയിൽ നിൽക്കണില്ല, അതൊക്കെ കൂടെ ഓർത്തെടുക്കണ്ടേ. പിന്നെ അങ്ങോട്ട് കുത്താണ്, ഒരുപാട് കാര്യങ്ങൾ ഉമ്മ ഇതിൻ്റെ കൂടെ അങ്ങ് പറയാൻ തുടങ്ങി. ഇതിന് പകരമായിട്ട് വാപ്പാക്ക് പറയാൻ വാക്കുകളൊന്നും കിട്ടില്ല, ഉപ്പാക്ക് പറയാൻ വാക്കുകളൊന്നും കിട്ടണില്ല. അപ്പോൾ ഉപ്പാക്ക് ഇങ്ങനെ തോന്നാണ്, ഉപ്പ പരാജയപ്പെട്ടോ, ഞാൻ തോറ്റോ. നിങ്ങനെ വിചാരിച്ചിരിക്കണതിൻ്റെ ഇടയിൽ അങ്ങനെ തോറ്റെടുക്കാൻ പറ്റൂലല്ലോ, പറ്റുമോ? നിങ്ങൾക്കൊരു ധാരണ ഉണ്ടല്ലോ ഏകദേശം, ഇല്ലേ? തോറ്റെടുക്കാൻ പാടില്ല എന്നിവര്. അങ്ങനെ എന്ത് ചെയ്ത് വാപ്പ എണീറ്റ് ഭക്ഷണത്തിന് മുമ്പ് എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്നിട്ട് അതങ്ങളീ കഥ കേട്ടിക്കണാ? വിയമ്പികാരെ ഇത് എൻ്റെ അനുഭവം അല്ലേ, പിന്നെ എങ്ങനെ നിങ്ങളിത് പറയാം ഒറ്റ ഒന്നോട് കൊടുക്കുന്നു? ഇവൾക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ട് കേട്ടോ എന്താ സംഭവിക്കണേന്ന്. അടുക്കളയിൽ ചെന്നിട്ട് ഓളോട് പറഞ്ഞ്, കുറെ നേരമായില്ലേ ഈ പെയ്യാൻ തുടങ്ങിയിട്ട്, ഒരൊറ്റ ഒന്നോട്ട് കൊടുത്തുകാണ്ട് പറയാ, കുറെ നേരമായില്ലേ ഈ പെയ്യാൻ തുടങ്ങിയിട്ട്, മഴയാവുമ്പോൾ അതിൻ്റെ കൂടെ ഇടി ഉണ്ടാവട്ടോ എന്ന്. മഴയാവുമ്പോൾ അതിൻ്റെ കൂടെ ഇടി ഉണ്ടാവട്ടോ എന്നും പറഞ്ഞ് മൂപ്പര് ജയിച്ചല്ല അല്ലേ? മൂപ്പര് ജയിച്ച് ആ വിജയാരവത്തോട് കൂടിയിട്ട് വീണ്ടും തീന്മേശയിൽ വന്നിരുന്നിട്ട് കഴിക്കാൻ തുടങ്ങാം. പെട്ടെന്നൊരു ശബ്ദം കേട്ട് മക്കളെല്ലാവരും കൂടെ ഓടി താഴെ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഉമ്മ കരഞ്ഞ് നേരെ ഓടിയത് എങ്ങോട്ടാണെന്നറിയോ? വർക്ക് ഏരിയയിലേക്കാണ്. വർക്കിംഗ് ഏരിയയിൽ അടുപ്പ് പുകഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അടുപ്പിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പുകഞ്ഞ് കിടക്കുന്ന ഒരു വിറക് കൊള്ളിയുണ്ട്. ഈ വിറക് കൊള്ളി എടുത്ത് വന്നിട്ട് ഉപ്പാക്കിട്ടൊരു കുത്തു കൊടുത്തിട്ട് ഉമ്മ പറഞ്ഞു, ഇടിയാവുമ്പോൾ അതിൻ്റെ കൂടെ മിന്നലും ഉണ്ടാവൂട്ടോന്ന്. ഇടിയാവുമ്പോൾ അതിൻ്റെ കൂടെ മിന്നലും ഉണ്ടാവുന്ന്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ BMB കുടുംബാംഗങ്ങളെ, ഈ ഒരു അനുഭവം ഒരുപക്ഷെ ഞാൻ നർമ്മമൊക്കെ കലർത്തി നിങ്ങളടുത്ത് പറയണത് ഈ ഉച്ച നേരത്തെ നിങ്ങൾ ഉറങ്ങാൻ പാടുണ്ടോ? ഉറങ്ങരുതല്ലോ, നിങ്ങളിവിടെ പിടിച്ചു നിർത്തണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തമാശയൊക്കെ കൂട്ടിച്ചേർത്ത് അനുഭവം നിങ്ങൾക്ക് മുമ്പിൽ മനോഹരമാക്കുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ഒരുമിച്ച് ചിരിച്ച് ആസ്വദിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു സമയത്ത് ആ കുട്ടി എൻ്റെ അടുത്ത് ഇത് പങ്കുവെച്ചൊരു നിമിഷമുണ്ട്. ഈ കുട്ടി എൻ്റെ അടുത്ത് പങ്കുവെച്ച നിമിഷത്തിൽ അവളുടെ ഉള്ളിങ്ങനെ കിടന്ന് പെടയാണ്. അവളുടെ ഉള്ളിലുള്ള വേദന കണ്ണുനീരായിക്കൊണ്ട് ഒഴുകി അത് തുടക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവൾ പ്രയാസപ്പെട്ടിട്ടാ ഈ കാര്യം എൻ്റെ അടുത്ത് പങ്കുവെക്കുന്നത്. ഈ മക്കള് ഇതിനിടയിൽ കടന്ന് എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് രൂപത്തിലാണ് ഈ ഉമ്മയും ഉപ്പയും മക്കൾക്ക് മാതൃക കാണിച്ചത് അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ മക്കളെയോട് നമ്മൾ കണ്ടത്. അതിൻ്റെ പ്രതിധ്വനിയാണ് മക്കളെയോട് നമ്മൾ കണ്ടത്. വലിയ കുട്ടി എത്രയും പെട്ടെന്ന് ഇത് ഇനി കാണാൻ വയ്യോ എന്നും പറഞ്ഞ് ഓടി എങ്ങോട്ട് കൊറിയക്ക് അല്ലേ? കൊറിയയിൽ പോയി ഒരു അമുസ്ലിമായ ഒരു കൊറിയക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ച് അല്ലേ അവൻ അവിടെ ജീവിക്കുക. അവന് ന്യായമുണ്ട്. അവൻ പറയണത് എന്താ? ഉമ്മയും ഉപ്പ ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചുകൊണ്ടല്ലേ ഓരോ ജീവിതം ഇങ്ങനെ നരക തുല്യമായത്, അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു എന്ന് അല്ലേ? അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ എന്താണെന്നുള്ളത് തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിന് അറിയാം. രണ്ടാമത്തെ കുട്ടി ഈ ഉമ്മയും ഉപ്പയും കാണിച്ചു കൊടുത്ത മാതൃകയുമായിട്ടാണ് അവൾ വിവാഹിതയായിക്കൊണ്ട് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോകുന്നത്. ഒരു പക്ഷേ ഇവിടെ നിന്ന് എന്താണോ അവൾ കണ്ടത്, എന്താണോ അവൾ അനുഭവിച്ചത്, തന്നെയായിരിക്കാം അവളും അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ കാണിച്ചു കൂട്ടിയത്. ഇന്ന് അവൾ കുട്ടിനെയും കൊണ്ട് വീട്ടിലിരിക്കുകയാണ്.
മൂന്നാമത്തെ കുട്ടി, അവൾ കുറച്ചും കൂടെ പുതിയ കാലഘട്ടത്തിൻ്റെ കുട്ടിയാണ്, ആൽഫ ജനറേഷനിലെ കുട്ടിയാണ് അല്ലേ. നിയോ ലിബറലിസത്തിൻ്റെയും ലെസ്ബിയനിസത്തിൻ്റെയും ലിവിങ് ടുഗദറിൻ്റെയും ഡേറ്റിങ്ങിൻ്റെയും ഒരു ഫലമായിട്ടുണ്ടാവുന്ന മക്കളാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അല്ല, അതിലൂടെയൊക്കെ അതൊക്കെ വളമാക്കിക്കൊണ്ട് വളർന്നു വരുന്ന മക്കളാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് തന്നെ അവൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലിൽ അവൾ ചിന്തിച്ചത്. അഡ്വാൻസ്ഡ് ലെവലിൽ ചിന്തിച്ചിട്ട് അവൾ എന്ത് പറഞ്ഞു, എന്തിനാ കല്യാണം കഴിയണ്ടല്ലോ, കഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണം, എന്തിനാ ഒറ്റയ്ക്ക് ജീവിച്ചൂടെ സന്തോഷമായിട്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ഒരു ജീവിതം നമ്മുടെ മക്കളിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മളുടെ മക്കളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, നമ്മളുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ്, മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. അതിനല്ലേ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്കിടയിൽ ആനന്ദമാണ് കേട്ടോ ഉണ്ടാവേണ്ടത്, ആഹ്ലാദവും സംതൃപ്തിയാണ് കേട്ടോ ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞു വെച്ചത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി VMBക്കാരോടുള്ളൊരു ചോദ്യമാണ്, ഈ ഒരു അനുഭവം ഇത് നല്ലതായിരുന്നോ ചീത്തതായിരുന്നോ? ഒബ്വിയസ്ലി ചീത്തതായിരുന്നു അല്ലേ? അല്ലണ്യാളെ, അതെ ചീത്തതായിരുന്നു. ഇവിടെ ആരുടെ അടുത്താ തെറ്റ് സംഭവിച്ചത്? കുട്ടികളൊക്കെ നല്ല സ്മാർട്ടായിട്ട് ഉത്തരം പറഞ്ഞു അല്ലേ. മക്കളിങ്ങനെ വീക്ഷിക്കുകയാണ്, ഉമ്മ ഉപ്പ എന്നുള്ള രൂപത്തിലാണ് അവരിതൊക്കെ നോക്കി കാണുന്നത് അല്ലേ. മക്കൾ ആൻസർ പറഞ്ഞു. ഇനി എന്താ ബാക്കിയുള്ളവർക്ക് പറയാനുള്ള ആൻസർ? ആരെടുത്താ തെറ്റ്? അത് രണ്ടുപേരെടുത്തു അല്ലേ. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്താണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത ഇൻസിഡൻറ്റിൽ രണ്ടുപേരെടുത്തും പിഴവുകളുണ്ട്. ഇനി ഈ ഒരു സംഭവത്തെ നമുക്ക് പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലേക്ക് ഒന്ന് കൊണ്ടുപോയി നോക്കാം. എന്തൊക്കെയായിരുന്നു ഇവിടെ ഇവർക്കിടയിൽ സംഭവിച്ചു പോയ പിഴവുകൾ എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം അല്ലേ. ആദ്യം എന്താ ഇവിടെ സംഭവിച്ചേ? ഭർത്താവ് വരണോ, ഭാര്യയോട് ഭക്ഷണം എടുത്തേക്കാൻ പറയണോ, ഭാര്യ വരണോ, ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കണോ, അടുക്കളയിലേക്ക് പോകണോ അല്ലേ. ആദ്യത്തെ സീന്, ഫസ്റ്റ് സീൻ അതാണ്, നമ്മൾ കാണുന്ന ആദ്യത്തെ സീൻ അതാണ്. ഇവിടെ എന്താണ് പ്രവാചക മാതൃക? നിങ്ങളാ പറയേണ്ടത്. എൻ്റെ മാത്രം പ്രവാചകനാ ആണോ? നിങ്ങൾക്ക് സ്വന്തത്തിന് എടുക്കാൻ പറ്റുമോ? നമ്മളതല്ലേ, നമ്മളതെല്ലാവരും അല്ലേ. അപ്പോൾ നിങ്ങളും കൂടെ പറയണം. പ്രവാചക മാതൃക എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? പ്രവാചകൻ വരണോ, ഡീ ഭക്ഷണം എടുക്കുമെന്ന് പറയണോ, ഡീ വന്ന് ഭക്ഷണം എടുത്തേക്കണോ, ഓളോളെ പാട്ടിന് പോകണോ, ഇങ്ങനെയാണോ? അല്ല. പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട ആണുങ്ങളോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട VMBക്കാരെ, VMBയിൽ ആണുങ്ങളെ, ഇങ്ങനെയാണ് പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ദാനകർമ്മത്തിൻ്റെ പ്രതിഫലം നൽകുന്നതാണ്, നിങ്ങൾക്ക് സ്വതക്കയുടെ കൂലി കിട്ടുന്നതാണ് എന്നാണ് പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. നമ്മളെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സ്വതക്കയുടെ പ്രതിഫലം നൽകുന്നവയാണ്. കൂടെ പറയാ, തീർന്നിട്ടില്ല. നിങ്ങളുടെ ഇണയുടെ വായിലേക്ക്, നിങ്ങളുടെ ഭാര്യയുടെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് പോലും, ചോറ് വിളമ്പിച്ച് അടുക്കളയ്ക്ക് മണ്ടി ആരെ തൊള്ളേക്കാ മൂപ്പര് വെച്ചുകൊടുക്കുക? ആര് വായിക്ക് വെച്ചെടുക്കും? മൂപ്പര് സ്വന്തം വായിലേക്ക് വെച്ച് വയറ് നിറക്കേണ്ടി വരും ഇല്ലേ? പ്രവാചകന്റെ മാതൃക അവിടെ നടക്കുവോ? ഇല്ല. അപ്പോൾ ഭക്ഷണം വിളമ്പി വെച്ച് അടുക്കളയ്ക്ക് മണ്ടലല്ല, നമ്മൾ കൂടെ നിൽക്കണം, നമ്മളും കൂടെ കഴിക്കണം. കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക, നിങ്ങൾ മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക, നിങ്ങൾ മക്കൾക്ക് മുൻപിൽ വെച്ച് പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക, പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കല്യാണം കഴിഞ്ഞ VMBക്കാരെ, എത്ര കാലമായിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ചോറുരുള വെച്ചുകൊടുത്തിട്ട്? നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ എന്നെ ഒന്ന് സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ചോദിക്കണേ. എത്ര കാലമായിട്ടുണ്ടാവും? ഒരു 4-5 വയസ്സ് വരെ കുട്ടികൾക്ക് വാരി കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഇല്ലേ? ഒരു 4-5 വയസ്സ് വരെ മക്കൾക്ക് നമ്മൾ വാരി കൊടുക്കും. അതും മക്കൾ 10ാം ക്ലാസ്സിലും പ്ലസ് 2 എത്തിയിട്ട് വാരി തരാൻ പറഞ്ഞാൽ വാരി കൊടുക്കുമോ? ഒറ്റക്കം ഇങ്ങോട്ട് കഴിച്ചു എന്നറിയൂല്ലേ? വാരി കൊടുക്കണം അമ്മമാരുണ്ട് കേട്ടാ, എപ്പോഴും വാരി കൊടുക്കണം അമ്മമാരുണ്ട്. വാരി കൊടുക്കണം മക്കൾക്ക് എപ്പോഴും. മക്കൾ നമുക്ക് വലുതാവുമോ? കുട്ടികളൊക്കെ നമ്മൾ വലുതാവുമോ? വലിയ കുട്ടികൾക്ക്, നിങ്ങൾക്കൊക്കെ നിങ്ങളെ മൂത്ത കുട്ടീൻ്റെ മുഖം ആലോചിക്കാട്ടാ. ഉമ്മ കൊടുത്തിട്ട് എത്ര ദിവസമായി? പടച്ചോനെ, ഇപ്പോൾ ഓരോ ചോദ്യം ചോദിക്കൊണ്ട് വരുന്നുണ്ടല്ലോ. മൂത്ത കുട്ടിക്ക് മക്കൾ ഇവിടെ ഉണ്ട്, ചോദ്യം ചോദിക്കും. കുട്ടികൾ നിങ്ങൾക്ക് ഉമ്മട്ടിട്ട് എത്ര ദിവസമായി? ഇന്ന് ഉമ്മ കിട്ടിയ 20 വർഷം. ഓളെ ഉള്ളിൻ്റെ ഉള്ളിലത്തെ തീക്ഷ്ണതയാണ് കാണിക്കണത് കേട്ടാ. ഓളെ പ്രതിഷേധത്തിൻ്റെ തീക്ഷ്ണതയാണ് കണ്ടത് നിങ്ങൾ. എവിടെ അമ്മ? എവിടെ ഓളമ്മ? എത്ര ദിവസമായി കുട്ടിക്ക് ഉമ്മ കൊടുത്തിട്ട്?
ഇല്ലേ? ഇനി ഇങ്ങോട്ടെങ്ങാനും കെട്ടിപ്പിടിച്ച് ഉമ്മ വരാൻ വന്നാൽ തുപ്പൽ മണക്കണമെന്ന് പറഞ്ഞിട്ട് ആട്ടി വിടുകയും ചെയ്യും. ഇല്ലേ? അങ്ങനെയാണ് നമുക്കൊരു പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക വിശ്വാസമൊക്കെ ആണല്ലോ. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാന്ന് തോന്നുന്നു തുപ്പൽ മണത്തിട്ട് പോയി, അല്ലെങ്കിൽ ചെളിയാണ് മേലിൽ പോയി കുളിക്ക്, അല്ലെങ്കിൽ പോ അവിടെ നിന്ന് പറഞ്ഞിട്ട് ആ ഉമ്മൻ്റെ എനർജി അങ്ങോട്ട് കളയും. ഉമ്മ കൊടുക്കാൻ തോന്നുമ്പോൾ കൊടുക്കണ്ടേ? ഇല്ലേ പൊന്നെ? അല്ലേ? ആന്ന്. അപ്പം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, ഉമ്മ കൊടുക്കേണ്ടവർ കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കാൻ പാടില്ലാത്തവരടുത്ത് വാങ്ങും ചിലപ്പോൾ. അതുകൊണ്ട് കൊടുക്കേണ്ട സമയത്ത് അതിൻ്റെ സമയമില്ല. മക്കൾക്ക് നമ്മൾ എന്നും നമ്മളെ കുട്ടികളാണ് അല്ലേ? മക്കൾ എന്നും നമ്മളെ മക്കളാണ്. ഒരു ഈജിപ്ഷ്യൻ കഥയുണ്ട്. ആ ഈജിപ്ഷ്യൻ കഥ പറയുന്നത് ഇങ്ങനെയാണ്. അവരുടെ നാട്ടിൽ വരൾച്ച വരികയാണ്. വരൾച്ച വന്ന് മൃഗങ്ങളും മൃഗാദികളൊക്കെ ചത്തൊടുങ്ങി വറ്റി വരണ്ട ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. അങ്ങനെ ഒരു കുടുംബം പലായനം ചെയ്യുക. ഒരു കുടുംബം മുഴുവനായി മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യുമ്പോൾ കത്തിജ്വലിക്കുന്ന മരുഭൂമിയിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കുപ്പിയുടെ താഴെ ഇച്ചിരി വെള്ളമാണ് ആ കുടുംബത്തിൻ്റെ കയ്യിലുള്ളത്. ഓരോരുത്തർക്കും ദാഹം വരുമ്പോഴും ഓരോ തുള്ളി വെള്ളം വായിലേക്ക് ഇങ്ങനെ ഒറ്റിച്ചു കൊടുക്കും. അവസാനം ഒരൊറ്റ മൂടി വെള്ളം ബാക്കിയുള്ളൂ. ഉമ്മയും ഉപ്പയും 2 മക്കളുണ്ട്. വഴി മധ്യേ ഉമ്മ തളർന്നു വീഴുക. ഉപ്പാൻ്റെ മടിയിൽ കിടന്ന് ഇങ്ങനെ അവസാന ശ്വാസം എടുക്കുമ്പോൾ ആ തുള്ളി വെള്ളം ഉമ്മയുടെ വായിലേക്ക് ഉറ്റിക്കാൻ വേണ്ടിയിട്ട് മൂടിയിലെടുത്ത് ഉറ്റിക്കാൻ ഒരുങ്ങുമ്പോൾ കൈ മുറുകെ പിടിച്ചിട്ട് ഉമ്മ പറയുന്നുണ്ട്, എനിക്ക് വെള്ളം വേണ്ട, അത് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുകയെന്ന്. ആ മരിക്കുന്ന അവസരത്തിൽ പോലും ആ ഉമ്മ പറയണത് എന്താ? എനിക്ക് വെള്ളം വേണ്ട, അതെനിക്ക് തരരുത്, അത് നമ്മുടെ മക്കൾക്കുള്ളതാണ് എന്നാ. അത് കഥകളിലും സ്റ്റോറികളിലും മാത്രമുള്ള ഉമ്മമാരല്ല, നമ്മൾ ഉമ്മാരങ്ങനെ തന്നെയാണ് അല്ലേ? എല്ലാ ഉമ്മാരും, ഉമ്മ കൊടുക്കാത്ത ഉമ്മാരൊക്കെ ഇതിലുണ്ട്. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പ്രകടിപ്പിക്കാൻ മറന്നു ഇല്ലേ? ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പ്രകടിപ്പിക്കാൻ മറന്നു പോവുകയാണ്. അത് തന്നെയാണ് പ്രശ്നം. അതാണ് പ്രശ്നം. പണ്ട് എവിടെയോ ക്ലാസ് എടുത്തപ്പോൾ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പെയാണ്, എൻ്റെ ക്ലാസ് എടുത്തതിൻ്റെയൊക്കെ തുടക്കത്തിലാന്ന് തോന്നുന്നു, 10 വർഷങ്ങൾക്ക് മുമ്പേന്ന് തോന്നുന്നു. ഒരു വല്യമ്മ പറഞ്ഞതാ, മോളെ ഈ കുറേ നേരം അതിലെ സ്നേഹത്തെക്കുറിച്ച് പറയണു, ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ സ്നേഹം ഉണ്ട് കേട്ടാന്ന്. ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ സ്നേഹം ഉണ്ട്. അതാണ് പ്രശ്നം. നമ്മളുടെയൊക്കെ എവിടെയാണ് സ്നേഹം ഉള്ളത്? ഉള്ളിലാ. ഇത് ഉള്ളിൽ വെക്കാനുള്ളതല്ല പ്രിയപ്പെട്ടവരെ, അത് ഉള്ളിൽ നിന്ന് അങ്ങ് പുറത്തെടുക്കണം. അത് പുറത്തെടുത്ത് പ്രകടിപ്പിക്കാനുള്ളതാണ്. കമലാ സുരയ്യ പറഞ്ഞതുപോലെ, മാധവിക്കുട്ടി പറഞ്ഞതുപോലെ, എന്താ മാധവിക്കുട്ടി പറയണേ? പ്രകടിപ്പിക്കാത്ത സ്നേഹവും പിശുക്കൻ്റെ ധനവും ഒരുപോലെയാണ്. പ്രകടിപ്പിക്കാത്ത സ്നേഹവും പിശുക്കൻ്റെ ധനം കൊണ്ട് ആർക്കെങ്കിലും ഉപകാരമുണ്ടോ? അയാൾക്കില്ല, ചുറ്റുമുള്ളവർക്കും ഇല്ല. അതുപോലെയാണ് പ്രകടിപ്പിക്കാത്ത സ്നേഹം. അത് ആർക്കും കിട്ടണില്ല. സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. സ്നേഹം കൊടുക്കുമ്പോഴേ അത് കിട്ടുള്ളൂ, കൊടുക്കുമ്പോഴേ അത് വളരുള്ളൂ, കൊടുക്കുമ്പോഴേ അത് അറിയുള്ളൂ. അതുകൊണ്ട് തീരണേൻ്റെ മുമ്പ് തന്നെ, അവസാനിക്കണേൻ്റെ മുമ്പ് തന്നെ സ്നേഹം പ്രകടിപ്പിക്കുക. ഇഷ്ടമാണ് കേട്ടോ, അതങ്ങ് ഏത് രൂപത്തിലാണോ പ്രകടിപ്പിക്കേണ്ടത് പറഞ്ഞും കാണിച്ചു കൊടുത്തൊക്കെ അത് പ്രകടിപ്പിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പം നമ്മൾ എവിടുന്നാ പോയത്? മക്കൾക്ക് മുൻപിൽ വെച്ച് നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുക, മക്കൾക്ക് മുൻപിൽ വെച്ച് പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പുറം ഇപ്പുറം നിന്നാൽ എങ്ങനെയാണ് വായിക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക? ഈ കുടുംബത്തിൽ സംഭവിച്ച ആദ്യത്തെ പിഴവ് അതായിരുന്നു. ഒരു പക്ഷേ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിപ്പിക്കുക എന്ന ശീലം ആ വ്യക്തി പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെ? സാധാരണഗതിയിൽ നമ്മളൊക്കെ കുടുംബങ്ങളിൽ കണ്ടുവരുന്നൊരു പ്രവണത, ആദ്യം ആണുങ്ങളൊക്കെ ഭക്ഷണം കഴിക്കണോ, അതിനുശേഷം പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ചിരിക്കണോ? എവിടെയാണ് വാരി കൊടുക്കാൻ നേരം കിട്ടുക? എവിടെയാണ് ഭക്ഷണം വായിലേക്ക് വെച്ച് കൊടുക്കാൻ സമയം കിട്ടുക? അല്ലെങ്കിൽ എവിടെയാണ് സന്ദർഭം കിട്ടുക? സന്ദർഭം നമ്മൾ ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവി അത് എപ്രകാരമായി തീരുന്നു നമുക്ക് പോലും പിടുത്തം കിട്ടാത്ത രൂപത്തിലായിത്തീരും പ്രിയപ്പെട്ടവരെ. കുട്ടികൾ കാണുന്ന സ്നേഹം വേറെ രൂപത്തിലൊക്കെയാണ് അല്ലേ? നമ്മൾ കൗമാരത്തിലുള്ള മക്കൾ കാണുന്ന സ്നേഹങ്ങൾ വേറെ. അതിലേക്ക് നമുക്ക് വരാം. ഇതായിരുന്നു ഇവിടെ സംഭവിച്ച ആദ്യത്തെ പിഴവ്, അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചില്ല എന്നത്. രണ്ടാമത്തെ പിഴവ് എന്താണ്? രണ്ടാമത്തെ സീനിലേക്ക് വരിക. കറി ഇങ്ങനെ എടുക്കണു, കയ്യിലിങ്ങനെ പാർന്ന് നോക്കണു അല്ലേ? നിങ്ങൾ മറന്നാ? സാധ്യതയില്ലല്ലോ മറക്കാൻ. കറി ഇങ്ങനെ ഒഴിച്ചു നോക്കുക അല്ലേ? കറി ഒഴിച്ചു നോക്കുക മാത്രമല്ല, പറയണത് എന്താ? അവളുടെ പേര് വിളിച്ചിട്ട് അവളെ ആക്ഷേപിക്കുകയാണ്. ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ആ പെണ്ണിൻ്റെ ചങ്കിൽ കൊള്ളുന്ന കാര്യം എന്താ? ഓളെ പറഞ്ഞാലോ അത്ര പൊള്ളൂല്ല. ആരെ പറഞ്ഞാൽ പൊള്ളും? ആരെ പറഞ്ഞാൽ പൊള്ളും? ഓളെ ഉമ്മാനും പാപ്പാനും പറഞ്ഞാൽ ഓക്ക് പൊള്ളും ഇല്ലേ? അല്ലണ്ടേ ആൾ എന്തെങ്കിലും അറിയാത്ത പൊള്ളുന്ന്. അതന്നെ നമ്മളെ വീട്ടുകാർ, നമ്മളെ പുരക്കാരെ പറഞ്ഞാൽ നമുക്ക് പൊള്ളും. എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എന്ന് പറയണത് എനിക്കിഷ്ടമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാ? ഇല്ലല്ലോ. അതുകൊണ്ട് നൗഷാദ് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എന്ന് പറയൂല. ശരിക്കും നമ്മളമ്മ നമ്മളപ്പ ആന്ന് വന്നാൽ തന്നെ അത് വേറെ വിഴുങ്ങി വിടും. ഇഷ്ടമില്ല എന്നറിയാമല്ലോ, ഓക്കത് ഇഷ്ടമില്ല എന്ന് അറിയണത് കൊണ്ട് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എന്ന് പറയില്ല. നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ.
ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഇടവണ്ണത്തമ്മ എന്ന് പറയും, അല്ലെങ്കിൽ ഇടക്കരത്തെ ഉപ്പ അമ്മ എന്ന് പറയും. സ്ഥലപ്പേര് മാറ്റി പറയും. ഇല്ലെങ്കിൽ വിവരം അറിയുന്നോ? വിവരമൊന്നും അറിയില്ല. വിവരം അറിയണത് കൊണ്ടല്ല, നിങ്ങൾ തർക്കമില്ലല്ലോ, അല്ലെങ്കിൽ വിവരം അറിയുന്നു. അപ്പം അതിലേക്കല്ലേ നമ്മൾ വരുന്നത് പ്രിയപ്പെട്ടവരെ. അവിടെ അവൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത, അവൾ ഏറ്റവും വെറുക്കുന്ന കാര്യം എന്താണോ അത് തന്നെ എടുത്ത് സംസാരിച്ച് അവളെ ആക്ഷേപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഉമ്മ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ഒരു ഹബീബിൻ്റെ ഭാര്യമാരിൽ ഒരാളാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യമാരിൽ ഒരാളാണ് അല്ലേ. ആ ഭാര്യ ഏറ്റവും കൂടുതൽ ഹബീബിനെ കുറിച്ചുള്ള ഹദീസുകൾ ആ ഭാര്യയിൽ നിന്നുമാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത്, ആ ഭാര്യയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട്, ഒരിക്കൽ പോലും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മുൻപിലുള്ള ഭക്ഷണ പദാർത്ഥത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും തൻ്റെ മുൻപിലുള്ള ഭക്ഷണത്തെ കുറ്റം പറയുന്നതായിട്ട് ആരും തന്നെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഹബീബിന് ഇഷ്ടമുള്ളതാണെങ്കിൽ അത് കഴിക്കും, തനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കഴിക്കും, വേണ്ട എങ്കിൽ തനിക്ക് ഇഷ്ടമില്ല എങ്കിൽ കഴിക്കാതെ അവിടെ നിന്ന് മാറി നിൽക്കും ഇല്ലേ. നമ്മൾ ഇന്ന് പോലും ബിരിയാണിക്ക് കുറ്റം പറഞ്ഞില്ലേ? ഇന്ന് കഴിച്ച ബിരിയാണിക്ക് ആരെങ്കിലും കുറ്റം പറഞ്ഞോ? ഒന്നെങ്കിൽ നെയ്യ് ഇത്തിരി കൂടുതലാ, അല്ലെങ്കിൽ നെയ്യ് ഇത്തിരി കുറവാ, അല്ലെങ്കിൽ ഉള്ളി കുറച്ച് കൂടുതലാ, അല്ലെങ്കിൽ ഉള്ളി കുറച്ച് കുറവാ, അല്ലെങ്കിൽ ഉപ്പ് കൂടുതലാ, പുളി കൂടുതലാ, ഇങ്ങനെ എപ്പോഴും പരാതികൾ മാത്രം നോക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ ആ മീൻകറി നീട്ടി ഒഴിക്കുന്നതിന് പകരം കൂടെ ഇരിക്കുമ്പോൾ വാരി കൊടുക്കാൻ അവളും കൂടെ ഇരിക്കുമ്പോൾ അവളോട് പറയാമായിരുന്നു, പ്രിയപ്പെട്ടവളെ രാത്രി ഈ കറി തരുമ്പോൾ ഒന്നുകൂടെ തിളപ്പിച്ച് കുറച്ച് മസാലയും കൂടെ ഇട്ടാൽ അടിപൊളിയായിരിക്കും ഇട്ടാന്ന് ഇല്ലേ. ആ ഒരു സന്ദർഭത്തെ അങ്ങനെയും മാറ്റിയെടുക്കാമായിരുന്നു. അവിടെ ഹബീബിൻ്റെ മാതൃക അങ്ങനെയല്ല, ഒരിക്കൽ പോലും ഭക്ഷണത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഭക്ഷണത്തെ മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കിയവരെ പോലും പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഇണയോട്, നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ്. പള്ളിൻ്റെ സെക്രട്ടറി ആയിട്ട് കാര്യമില്ല, പള്ളിൻ്റെ പ്രസിഡൻ്റായിട്ട് കാര്യമില്ല. സെക്രട്ടറിമാരും പ്രസിഡന്റുമാരൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാട്ടാ, ക്ഷമിച്ചിരിക്കുന്നു എന്നൊന്ന് പറഞ്ഞാൽ സമാധാനേനി. അപ്പോൾ ആരായിട്ടും കാര്യമില്ല, നമ്മളെ നാട്ടുകാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തു തീർപ്പാക്കണ വലിയ ആളുകളായിരിക്കാം. നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തീർക്കണമെങ്കിൽ മൂപ്പരടുത്ത് എത്തണം ഇല്ലേ. മൂപ്പരടുത്ത് എത്തി ആ പ്രശ്നം ഒത്തു തീർപ്പായി. അത്രയും നാട്ടിൽ പേരുള്ള, നാട്ടിൽ സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള മനുഷ്യനായിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. ഹബീബ് പറയണത് എന്താണെന്നറിയോ? പൊരേക്ക് കയറി വരുമ്പോൾ, നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ വീടിനുള്ളിലുള്ളവളോട്, ആ വീടിനകത്തുള്ളവളോട് ഏറ്റവും മാന്യമായി ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവൻ ആരാണോ അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടത്, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പുറത്തുള്ള പരിഹരിച്ച പ്രശ്നത്തിൻ്റെ ഒക്കെ ഹലാക്ക് തലയിലേറ്റിട്ടല്ല നമ്മൾ വരുന്നത്. ഇതൊക്കെ എവിടെ വന്നിട്ടാ കളയാ? പുരയിൽ വന്നിട്ട് ആദ്യം ഭാര്യനോട്, പിന്നെ മക്കളോട് അല്ലേ. അത് പെണ്ണുങ്ങളോടും കുട്ടികളോടാ തീർക്കുക. അത് ജോലി സ്ഥലത്തുള്ള ഫ്രസ്ട്രേഷൻ ആണെങ്കിലും, നമ്മളുടെ കൂട്ടുകാർക്കിടയിലുള്ള, സമൂഹത്തിൽ എവിടെയുള്ള, വീടിന് പുറത്തുള്ള എല്ലാ ഭാരങ്ങളും, എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രയാസങ്ങളും തീർപ്പാക്കുന്ന, അല്ലെങ്കിൽ കൊണ്ടുപോയി കളയുന്ന ഒരു വേസ്റ്റ് കൊട്ടയാണ് വീട് എന്നുള്ളത് പലപ്പോഴും പലരുടെയും ധാരണയാണ്. പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൻ നബവിയിൽ നിന്നും പലപ്പോഴും വലിയ സീരിയസ്നെസ് നിറഞ്ഞ, അത്രയേറെ വലിയ ഗൗരവത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത്, ഒരുപക്ഷെ അയൽ രാജ്യം തങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ വരുന്നുണ്ടാവും, വലിയ വലിയ യുദ്ധങ്ങൾക്കുള്ള സന്നാഹങ്ങളൊക്കെ തയ്യാറാവുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ്, ഭരണകാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ വലിയ ചർച്ചകളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ മുഖം പ്രസന്നമല്ലാതെ കണ്ടിട്ടില്ലായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അനസ് റളിയല്ലാഹു ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ പറയുകയാണ്, ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ മുഖം കറുത്തിരുണ്ട മുഖമായിക്കൊണ്ട് ആ പ്രയാസത്തോടു കൂടിയിട്ട് വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടിട്ടില്ല. വീട്ടിൽ വന്നാൽ ഉടനെ ഭാര്യമാരോട് മനോഹരമായി പെരുമാറും, മക്കളോട്, പേരക്കുട്ടികളോട് മനോഹരമായിട്ട് പെരുമാറുന്ന പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതൃക. അതുകൊണ്ടല്ലേ ഒന്നാമത്തെ റാങ്കുകാരനായത്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഉൾക്കൊള്ളുവാൻ ഏറ്റവും ഉത്തമമായ ജീവിത രീതി കാണിച്ചു തന്ന പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെ ഓരോ സന്ദർഭത്തിലും
എന്നാൽ പ്രിയപ്പെട്ട സ്ത്രീകൾ, എന്നോട് നിങ്ങളോട് നമ്മളോട് പ്രവാചകൻ പറയുന്നുണ്ട്, സ്ത്രീ ഒരു ഉത്തമ ഭാര്യ എന്ന് പറയുന്നവൾ, ഏറ്റവും നല്ല ഭാര്യ എന്ന് പറയുന്നവൾ, അവൾ തൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്നവളാണ്. അനുസരണ എന്ന് വെച്ചാൽ എന്താ? തൻ്റെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടാൽ പോലും ഭർത്താവിൻ്റെ സമ്മതമില്ലാണ്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്നാ. ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടിട്ടാണെങ്കിൽ പോലും ഭർത്താവിൻ്റെ സമ്മതമില്ല എങ്കിൽ പുറത്തിറങ്ങാൻ നമുക്ക് അവകാശമില്ല. അതാണ് പരിശുദ്ധ ഇസ്ലാം മതം പറയുന്നത്. അവൻ നോക്കുമ്പോൾ അവനെ സന്തോഷിപ്പിക്കുന്നവളാണ് ഏറ്റവും നല്ല ഭാര്യ. അവൻ്റെ അഭാവത്തിൽ അവൻ്റെ പ്രിയപ്പെട്ടതെല്ലാം, അവൻ്റെ സമ്പത്തും മറ്റെല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്നവളാണ് അവൻ്റെ ഏറ്റവും നല്ല ഭാര്യ. തൻ്റെ ഭർത്താവിൻ്റെ സംതൃപ്തിയോടുകൂടി മരണപ്പെട്ടു പോയാൽ സ്വർഗത്തിലാണെന്നാണ് പറയണത്. സ്വർഗത്തിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, തൻ്റെ സംതൃപ്തിയോട് കൂടിയിട്ട് ഭർത്താവ് മരണപ്പെട്ടാൽ നമ്മൾ സ്വർഗത്തിലാണ്. എവിടെയാണ് സംതൃപ്തി ഉണ്ടാവുക? ഉരുളക്കുപ്പേരി പോലെ വാക്കുകൾ എടുത്തെറിയുമ്പോൾ, ഒരുപക്ഷെ മനസ്സിൽ കൊള്ളുന്ന രൂപത്തിലുള്ള വാക്കുകൾ നമുക്കുള്ളിൽ നിന്ന് വരുമ്പോൾ എങ്ങനെയാണ് സംതൃപ്തി ഉണ്ടാവുക? അല്ലേ? ആ വിറക് കൊള്ളി കൊണ്ട് കിട്ടിയ കുത്തില്ലേ, അതെല്ലാ കൊല്ലും ആ സമയമാകുമ്പോൾ പഴുക്കും. പ്രിയപ്പെട്ടവരെ, മരിക്കുമ്പോഴും അത് പഴുത്തിട്ടായിരിക്കും ഇരിക്കുക. സംതൃപ്തി ഉണ്ടാവോ? ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമോ? ഒരിക്കലുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ക്ലിനിക്കിൽ കണ്ടൊരു അനുഭവമാണ്. ഒരു സ്ത്രീ എൻ്റെ ക്ലിനിക്കിൽ വന്നു. അവർ എന്നെ കാണാൻ വേണ്ടി വന്നത്, ആ കേസൊന്നും ആയിരുന്നില്ല. അങ്ങനെ അവരുടെ കയ്യിലൊരു ചെറിയൊരു സമ്മാനം ഉണ്ടായിരുന്നു എനിക്ക് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, പക്ഷെ ബാഗിൽ അത് തപ്പിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഇവർ വെപ്രാളത്തിൽ അതിങ്ങനെ തിരയുക. അപ്പോൾ ബാഗിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടു, ആ ടേബിളിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ അതിലൊരു ഷർട്ട് ഉണ്ടായിരുന്നു, ഒരു ഷർട്ട്. ഈ ഷർട്ട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്തെങ്കിലും ആണുങ്ങളെ ഷർട്ടൊക്കെ കയ്യിൽ കൊണ്ടെടുക്കണേ? ഒരു തമാശ രൂപത്തിൽ ചോദിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു, അതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഷർട്ടാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതെന്താ, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ കൊണ്ടെടുക്കണേന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയാം, അങ്ങനെയല്ല ഡോക്ടറെ, ഇതെൻ്റെ ഭർത്താവിൻ്റെ ഷർട്ടാണ്. ഇതിനിപ്പോഴും മൂപ്പരെ മണമുണ്ട്. മൂപ്പര് മരിച്ചിട്ട് 8 വർഷമായിക്കണമെന്ന്. മൂപ്പര് മരണപ്പെട്ടിട്ട് 8 വർഷമായിട്ടുണ്ട്. ആ സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് 8 വർഷങ്ങളായി. മരിക്കുന്ന സമയത്ത് അദ്ദേഹം ശരീരത്തിൽ അണിഞ്ഞിരുന്ന ഷർട്ടാണത്. ആ ഷർട്ട് ഊരിയെടുത്ത് അതേപോലെ മടക്കി നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടക്കുകയാണ് ആ സ്ത്രീ ഇപ്പോഴും. അവരെവിടെ പോകുമ്പോഴും, എവിടെ യാത്ര പോകുമ്പോഴും ആ ബാഗ് കയ്യിലുണ്ടാവും. ആ ബാഗിനകത്ത് എന്താ? ഇവരുടെ ഷർട്ടാണ്, പ്രിയപ്പെട്ടവൻ്റെ ഷർട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് സ്നേഹം, ഇതാണ് യഥാർത്ഥ പ്രേമം, സ്നേഹം എന്നൊക്കെ പറയണത്. നമ്മൾ കണ്ട ആ അനുഭവത്തിൽ എവിടെയാണ് സ്നേഹം കിടക്കുന്നത്? എപ്പോഴും കുറ്റപ്പെടുത്തുകയും എപ്പോഴും പരാതി പറയുകയും സ്ത്രീ നീചയായവളാണ്, അവൾ ഉത്തമ ഭാര്യയല്ല എന്ന് ഹബീബ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എപ്പോഴും കുറ്റപ്പെടുത്തുകയും എപ്പോഴും പഴിചാരുകയും ചെയ്യുന്നവൾ. നമ്മൾ ആലോചിക്കണം, നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തലാണോ? അല്ലെങ്കിൽ എപ്പോഴാണ് എനിക്കത് വാങ്ങിത്തരല്? അല്ലേ? 10 എണ്ണം വാങ്ങിത്തന്നാലും ഇടയ്ക്കൊക്കെ വരുന്ന ചോദ്യം, അല്ലെങ്കിൽ എപ്പോഴാണ് എനിക്കത് വാങ്ങിത്തന്നത്? അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നരകത്തിൽ കൂടുതൽ ആരാണോലും ഉണ്ടാവല്? ഉറക്കെ പറഞ്ഞോളി, ഇവിടെ പെണ്ണുങ്ങൾ തന്നെ കൂടുതൽ. ഇവിടെയല്ല, നരകത്തിൽ ആരാ കൂടുതൽ? അഭിമാനാണോ? അല്ല അല്ലേ? നമ്മളോട് നേരത്തെ നരകം അവിടെ ഓൾറെഡി ഇല്ല, നമ്മളൊക്കെ പോണേ ഉള്ളൂ. അല്ലെങ്കിൽ നരകത്തേക്കും സ്വർഗത്തേക്കും എവിടുക്കാന്നുള്ളത് തീരുമാനിക്കുന്ന സമയമാവണേ ഉള്ളൂ. അതിൻ്റെ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്ത്? നരകത്തിൽ കൂടുതൽ ആരാണ്? സ്ത്രീകളായിരിക്കും എന്നത്. നമുക്കത് മാറ്റണ്ടേ? നമുക്കത് തിരുത്തണ്ടേ? അപ്പം അത് തിരുത്തി സ്വർഗത്തിലേക്ക് എത്തണം. നമ്മൾ സ്വർഗത്തിലാവണം പെണ്ണുങ്ങൾ കൂടുതൽ എന്നുള്ളതിലെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഹബീബ് പറയാ, എപ്പോഴും കുറ്റപ്പെടുത്തുന്നവൾ ഉത്തമയായ ഭാര്യയല്ല. ഒരാളുടെ മുൻപിൽ ഭൂമിയിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നുവെങ്കിൽ അത് നിന്റെ ഭർത്താവിൻ്റെ മുൻപിലാവുമായിരുന്നേനെ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ആലോചിക്കണം. അത്രയേറെ നാം ബഹുമാനിക്കേണ്ട, ഇഷ്ടപ്പെടേണ്ട, സ്നേഹിക്കേണ്ട മനുഷ്യനാണ് നമ്മുടെ ഭർത്താവ്, ഇണ എന്ന് പറയുമ്പോൾ. അതുപോലെ ഈ പറയുന്നതെല്ലാം അതേ അർത്ഥത്തിലും ആഴത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാവർത്തികമാക്കുമ്പോൾ എങ്ങനെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക? വീണ്ടും പുരുഷനോട് പറയുന്നുണ്ട്, മീൻകറി കുറച്ച് വെള്ളം കൂടി തന്നെ വിചാരിക്കുക, അല്ലെങ്കിൽ ഓൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഒട്ടും ടേസ്റ്റ് ഇല്ല എന്ന് തന്നെ വിചാരിക്കുക. പ്രവാചകൻ പറയണത് എന്താ? നിനക്കിഷ്ടമില്ലാത്തത് നീ അവളിൽ കാണുകയാണ് എങ്കിൽ നിനക്കിഷ്ടമുള്ള ഒരു സ്വഭാവമെങ്കിലും അവളിൽ ഉണ്ടാവും. അതിലേക്ക് നോക്കിക്കൊണ്ട് നീ സംതൃപ്തി അടയുക എന്നാണ് പറയണത്. VMB കുടുംബത്തിൽ ഒരു ഗുണമില്ലാത്ത പെണ്ണുങ്ങളുണ്ടോ? ഓൽക്കനൊരു ഉറപ്പില്ല ഇയാളെ ഉണ്ടോ? ഒരു ഗുണമില്ലാത്ത
ഇല്ല. എന്തെങ്കിലും ഒരു ഗുണം നമുക്കൊക്കെ ഉണ്ട് അല്ലേ? ഇനിയിപ്പോൾ ഭക്ഷണം വെക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ മക്കളെ നന്നായിട്ട് നോക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ മക്കളെ നോക്കണില്ല, ഭക്ഷണം വെക്കണില്ല എന്ന് വിചാരിക്കുക, പൊരയും കൂടിയും ചിലപ്പോൾ നന്ന വൃത്തിയിൽ കൊണ്ടെടുക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ ഇത് 3 ഇല്ലയെന്ന് നോട്ടിക്കോളി, ഉമ്മാനും ഉപ്പാനും ചിലപ്പോൾ നല്ലോണം നോക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ ഇത് 4 ഇല്ലയെന്ന് നോട്ടിക്കോളി, ഓളെങ്കിലും നല്ലോണം നോക്കുന്നുണ്ടാവും ഇല്ലേ? ഓള് 4 നേരം തിന്നുകയും കുടിക്കുകയും കുളിക്കുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചികഞ്ഞ് നോക്കാനാ പറയണ, അന്വേഷിച്ച് എന്തെങ്കിലും ഒരു ഗുണമൊക്കെ ഉണ്ടാവും. ആ ഗുണത്തിലേക്ക് നോക്കിക്കൊണ്ട് സംതൃപ്തി അടയുമ്പോൾ എവിടെയാ മീൻകറിന് കുറ്റം പറയാൻ പറ്റുക? എവിടെയാ അവളെ വസ്ത്രത്തെ കുറ്റം പറയാൻ പറ്റുക? മക്കൾക്ക് മുൻപിൽ വെച്ച് നിങ്ങൾ അവളെ ശകാരിക്കുകയോ അടിക്കുകയോ ചെയ്യരുത് എന്ന് പറയുമ്പോൾ പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും തൻ്റെ ഭാര്യമാരെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് സുഫിയ റളിയല്ലാഹു അൻഹ പറയുന്നത്. പ്രവാചകൻ്റെ ഭാര്യയാണ് സുഫിയ റളിയല്ലാഹു അൻഹ. അവർ പറയുന്നുണ്ട്, ഒരിക്കൽ പോലും ഒരു ഭാര്യമാരെയും പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചിട്ടില്ല. അടിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമികമല്ല പ്രിയപ്പെട്ടവരെ. അടിക്കാൻ പാടില്ല. നമസ്കരിച്ചിട്ടില്ലെങ്കിൽ പോലും മക്കളെ അടിക്കാൻ പറയുന്ന പ്രായം 10 വയസ്സാണ്. അത് എങ്ങനെയാണ് അടിക്കാൻ പറയുന്നത്? അടിച്ചു കൊല്ലാനല്ല പറയണത്, വേദനിക്കാത്ത രൂപത്തിൽ കാലിലാണ് അടിക്കാൻ പറയണത്. അപകടകരമായ രൂപത്തിലല്ല അടിക്കാൻ പറയണത്. അത്രയേറെ സൈക്കോളജിക്കലി ഓരോ മനുഷ്യനെയും നേരിടുന്ന അപ്രോച്ച് ചെയ്യുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം മതം. നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അടിയിട്ട് കുറേ കുട്ടികളൊക്കെ ഇവിടെ തൊള്ളിയും പൊത്തിച്ചിരിക്കുന്നുണ്ട്. ഈ ഉമ്മച്ചിക്ക് എപ്പോഴും അടിക്കണ പണി തന്നെയാണ് എന്ന് അല്ലേ? അടി ഒന്നിനൊരു പരിഹാരമല്ല പ്രിയപ്പെട്ടവർ. അടിച്ച് നന്നായി ഏതെങ്കിലും കുട്ടികൾ ഇവിടെ ഉണ്ടാ? ഒന്ന് കയ്യൊന്നിച്ചാണേ. അടിച്ചാൽ നന്നാവില്ല, അടിച്ചാൽ കേട് വരെ ചെയ്യുള്ളൂ. അടിച്ചിട്ട് ഒരു കാര്യമില്ല. നല്ല മാതൃക കാണിച്ചു കൊടുക്കുക ചെയ്യേണ്ടത് കുട്ടികൾക്ക്. നല്ല മാതൃക കാണിക്കുന്ന ഉമ്മയും ഉപ്പയുമായി തീരുക പ്രിയപ്പെട്ടവരെ. ഇവിടെ ഈ സന്ദർഭത്തിൽ ഈ വീട്ടിൽ സംഭവിച്ച നമ്മൾ നേരത്തെ കേട്ട അനുഭവം തികച്ചും അനിസ്ലാമികമായിരുന്നു. പ്രവാചകൻ കാണിച്ചു തരുന്ന ദാമ്പത്യം എന്ന് പറയുന്നത് അങ്ങനെയേ അല്ല. ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രവാചകരെ എന്ന്. പ്രവാചകൻ പറയുമായിരുന്നു പോലും, പിരിക്കപ്പെട്ട കയറ് പോലെയാണ് പ്രിയപ്പെട്ടവളെ എനിക്ക് നിന്നോടുള്ള സ്നേഹം. അത് എത്ര പേര് വിചാരിച്ചാലും ആ കയറിൻ്റെ കെട്ടുടക്കാൻ സാധിക്കുകയില്ല. അത്രയേറെ ഇഷ്ടമാണ് എനിക്ക് നിന്നേന്ന് പ്രവാചകർ ആയിഷ ബീവി ഇടയ്ക്കിടയ്ക്ക് പ്രവാചകരോട് ചോദിക്കുമായിരുന്നു പോലും, പ്രിയപ്പെട്ടവരെ ആ കയറിൻ്റെ അവസ്ഥ ഇപ്പം എന്താണ് എന്ന് അല്ലേ? PMB കുടുംബത്തിലെ പെണ്ണുങ്ങൾ എല്ലാവരും ഇന്ന് മാപ്പിളാരോട് പോയിട്ടും ചോദിക്കുക, അല്ല കാക്ക ആ കയറിപ്പോൾ എന്തേ അവസ്ഥ എന്ന് അല്ലേ? അതൊന്ന് ചോദിക്കുക, എന്താണ് ആ കയറ്? പിരി ഉടയണ കയറാണോ അതോ പിരി ഉടയ്ക്കാൻ പറ്റാത്ത കയറാണോ എന്ന് നമ്മളൊന്ന് ഉറപ്പിക്കണം. അത്രയും ദൃഢമായ ബന്ധമാണ്, അത്രയും ദൃഢമായ കരാറാണ് വിവാഹം എന്നാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. നിക്കാഹ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം തനാഖഹത്തുൽ അശ്ജാർ എന്നാണ്. ഒരിക്കലും വേർപിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന മരച്ചില്ലകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ കെട്ടഴിക്കാൻ പറ്റൂല, പക്ഷെ അറുത്ത് മാറ്റാൻ പറ്റും അല്ലേ? കെട്ടഴിക്കാൻ പറ്റൂല, പക്ഷെ അറുത്ത് മാറ്റാം. അത്രേ സാധിക്കുള്ളൂ. അതാണ് വിവാഹം. അള്ളാഹുവിൻ്റെ ഏറ്റവും വെറുക്കപ്പെട്ട ഹലാലായ കർമ്മമാണ് ത്വലാഖ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ത്വലാഖിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അല്ലേ? പ്രിയപ്പെട്ടവരെ ഓർക്കുക, ആ ബന്ധം എത്രയേറെ പവിത്രമായ ബന്ധമാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മതി, മനോഹരമാക്കി മാറ്റാൻ പറ്റും. ഇണക്കത്തോടൊപ്പം പിണക്കം എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ അവരവരുടെ സ്വകാര്യതയിൽ അത് അവസാനിപ്പിക്കുക. അതൊരിക്കലും മക്കളും വീട്ടിലുള്ളവരും അറിയാതെ സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതറിഞ്ഞു കഴിഞ്ഞാൽ മക്കൾ കാണുന്ന പ്രണയം നമ്മളെ വീട്ടിൽ എന്താ പോരേന്നാ കുട്ടികൾ സ്നേഹം കാണേണ്ടത്. കൗമാരത്തൊക്കെ എത്തും 9 വയസ്സാകുമ്പോഴത്തേന് നമ്മളെ കുട്ടികൾ, നമ്മൾ 19 വയസ്സിൽ 20 വയസ്സിലും അറിഞ്ഞ കാര്യങ്ങൾ ന്യൂ ജനറേഷൻ മക്കൾ, ആൽഫ ജനറേഷനിലുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും വെർച്വൽ യുഗത്തിലുമുള്ള മക്കൾ അവർ 7 വയസ്സിലും 8 വയസ്സിലും അറിയുകയാണ്. 5, 6, 7 വയസ്സായ കുട്ടികളാണ് നമ്മൾ 19, 20 അറിഞ്ഞിരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, സംസാരിക്കുന്നത്, അവരെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ വളർന്ന് വലുതാവുമ്പോൾ കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവർ കാണുന്ന പ്രണയങ്ങൾ എന്താ? നമ്മൾ വീട്ടിനുള്ളിലുള്ള പ്രണയ പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മനോഹരമായ ഹലാലായ ദിവ്യ പ്രണയമാണ്, സ്നേഹമാണ് കുട്ടികൾ കാണേണ്ടത്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഉസ്താദുമാർ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം പോരാ. ടെക്സ്റ്റ് ബുക്കിൽ കണ്ടും കേട്ടും പഠിക്കുന്നതിനേക്കാളും ആഴത്തിലും അർത്ഥത്തിലും അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും അനുഭവത്തിലൂടെ പഠിക്കുന്നതിന്. അത് വീട്ടിൽ അനുഭവിപ്പിച്ച് കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. കുട്ടികൾ കാണുന്ന സ്നേഹം എന്താ? കുട്ടികൾ വായിക്കുന്ന സ്നേഹം എന്താ? ഷേക്സ്പിയറിൻ്റെ ക്ലിയോപാട്രയും അല്ലെങ്കിൽ സീസറുമായിരിക്കും, അല്ലെങ്കിൽ അറബി കഥയിലുള്ള ലൈലയും മജ്നുവുമായിരിക്കും.
ഇത്തരത്തിലുള്ള സ്നേഹങ്ങളാണ് കുട്ടികൾ കാണുന്നത്. അല്ലെങ്കിൽ റീൽസിലും ഷോർട്സിലും കാണുന്ന 50% പോലും സത്യമല്ലാത്ത, 50% പോലും യാഥാർത്ഥ്യമല്ലാത്ത പ്രണയലീലകളാണ് കുട്ടികൾ കാണുക. ഇതൊന്നും അല്ല സ്നേഹം എന്ന് പറയുന്നത്. പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതാണ് ദിവ്യ പ്രണയമെന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ. നമ്മൾ ഓർക്കേണ്ടതുണ്ട്, മക്കളെ വളർത്തുമ്പോൾ ഏറ്റവും പുതിയ സൈക്കോളജി പറയുന്നത്, മോഡേൺ പാരൻറ്റിങ്ങിൽ പറയുന്നത് 2 തരത്തിൽ മക്കളെ വളർത്തുന്നതാണ്. 2 തരത്തിൽ വളർത്തുന്ന മക്കളാണ് ചീത്തയായി പോകുന്നത്, കേടുവന്ന് പോകുന്നത് എന്ന് പറയുമ്പോൾ, ഒന്നാമത്തത് കുട്ടികൾക്ക് ലാളന മാത്രം നൽകുന്ന വീടുകളിൽ, കുട്ടികൾക്ക് ശാസന ഇല്ലാതെ ലാളന മാത്രം കൊടുക്കുന്ന കുട്ടികൾ വളരെ പെട്ടെന്ന് ചീത്തയായി പോവും. രണ്ടാമത്തത് ശാസന മാത്രം കൊടുക്കുന്ന വീടുകളിൽ, മക്കൾക്ക് ലാളന ഇല്ല, ശാസന മാത്രം കൊടുക്കുന്ന കുട്ടികൾ. അതിലൊന്നാമത്തെ കൂട്ടർ ലാളന മാത്രം കൊടുക്കുന്ന കുട്ടികൾ എന്താ വിചാരിക്കുക, ഞങ്ങൾ എന്ത് ചെയ്താലും ഉമ്മയും ഉപ്പയും പുറത്തു തരും, എന്ത് തെറ്റ് ചെയ്താലും ഉമ്മയും ഉപ്പയും പുറത്തു തരുന്നതായിരിക്കും അവരുടെ ധാരണ. രണ്ടാമത്തെ കൂട്ടർ ശാസന മാത്രമുള്ള വീട്ടിലെ കുട്ടികൾ, ഞങ്ങൾ എന്ത് ചെയ്താലും ഉമ്മാക്കുപ്പാക്കും വലിയൊരു കുഴപ്പം ഉണ്ടാവില്ല, എന്ത് ചെയ്താലും ഉമ്മാക്കുപ്പാക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല, സ്നേഹം ഉണ്ടെങ്കിലല്ലേ അവർക്ക് സങ്കടവും പ്രയാസമൊക്കെ ഉണ്ടാവുള്ളൂ. ഇതാണ് മക്കൾക്കുള്ളിൽ ഉണ്ടാവുന്ന ചിന്ത. അതിനെന്താ ചെയ്യേണ്ടത്? ഒരിക്കലും ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതാ. +1 പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി MDMA മുതൽ സിന്തറ്റിക് ആയിട്ടുള്ള ഇപ്പോൾ നാട്ടിൽ അവൈലബിൾ ആയ എല്ലാ നാർക്കോട്ടിക് പ്രോഡക്ട്സ് ഉപയോഗിക്കും. ഈ പ്രൊഡക്ട്സ് എല്ലാം ഉപയോഗിക്കുന്ന കുട്ടി അങ്ങനെ വീട്ടിൽ ക്ലിനിക്കിൽ വന്ന് കൗൺസിൽ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞതാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ ഇതിനൊക്കെ സമ്മതം ഉണ്ടായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് ഓല് പിടിച്ചിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാ, ഡി അഡിക്ഷൻ സെൻറ്റർ കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുകയെന്ന്. അപ്പോൾ സംഭവം 4ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് അവന് സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയത്. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ വീടിൻ്റെ ബാക്കിലെ പാടത്തുനിന്ന് സിഗരറ്റ് വലിക്കണതിൻ്റെ ഇടയിൽ തൊട്ടപ്പുറത്തെ വീട്ടിലെത്താത്ത അത് കണ്ടു. ഈ കുട്ടിയുടെ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മോന് സിഗരറ്റ് വലിക്കണത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന്. ഉടനെ ആ പെണ്ണ് ഷൗട്ട് ചെയ്തു. ഈ തൊട്ടടുത്ത വീട്ടിൽ ഇത് പറഞ്ഞ സ്ത്രീയെ ചീത്ത വിളിച്ചിട്ട് പറയാണ്, എൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യൂല, കള്ളത്തരം പറയരുത്, എൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് അതിനെ അടിച്ച് ആക്ഷേപിക്കുകയാണ്. അതോടുകൂടിയിട്ട് കുട്ടി ഇത് കേൾക്കുന്നുണ്ട് ബാക്കിൽ നിന്ന്. കുട്ടിക്ക് അത് വലിയൊരു സപ്പോർട്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും ഒന്നും പറയൂല, ഓനൊന്നും ചെയ്യൂല. അധ്യാപകരെ വിളിച്ച് പറഞ്ഞാൽ അധ്യാപകരെ കുറ്റപ്പെടുത്തും, അധ്യാപകരെ കുറ്റം പറയും, എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യൂല. ഇതവന് വലിയൊരു വളമായി മാറി. ഇന്ന് അവൻ്റെ സ്കൂളിൽ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ്. എന്തിൻ്റെ? നാർക്കോട്ടിക് പ്രോഡക്ട്സിൻ്റെ. ഇതായിരുന്നു സംഭവിച്ചത്. ഇവിടെ എന്താ ലാളന കൂടിപ്പോയതാ. അതുകൊണ്ട് പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക വീണ്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ പേരും പെരുമാറ്റവും സഹവാസവും നന്നാക്കുക എന്നാണ് പറയുന്നത്. മക്കളുടെ പേരും പെരുമാറ്റവും സഹവാസവും. പേരും പെരുമാറ്റവും സഹവാസവും ഇത് 3 കൊടുക്കുന്നത് ഉമ്മയും ഉപ്പയും തന്നെയാണ്. പേരിടുന്നത് നമ്മളാണ്, പെരുമാറ്റം പഠിപ്പിക്കുന്നത് ഉമ്മയും ഉപ്പയുമാണ്, സഹവാസം എന്ന് പറയുന്നത് ഉമ്മയോടൊപ്പം ഉപ്പയോടൊപ്പവുമാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, നമ്മൾ എങ്ങനെ സഹവസിക്കുന്നു എന്നുള്ളതാണ് മക്കൾ കാണുക. ഈ ക്യാമറ പോലെ നമ്മളെ കുട്ടികൾ എല്ലാം ഒപ്പിയെടുക്കുകയാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും ഓരോ ചെയ്തികളും കുട്ടികൾ ഒപ്പിയെടുക്കുകയാണ്. ഉമ്മ എന്ത് പറഞ്ഞു, ഉമ്മ എങ്ങനെ പെരുമാറി, ഉപ്പ എങ്ങനെ ഇടപഴകി, ഉപ്പ എങ്ങനെ പെരുമാറി. നമ്മുടെ വാക്കുകളാണ് മക്കളുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങളാണ് മക്കളുടെ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ തിരിച്ചും ചിരിക്കണമെങ്കിൽ, തിരിച്ചും സന്തോഷിക്കണമെങ്കിൽ നല്ല മാതൃക മക്കൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുക. അതിന് ക്വാളിറ്റി ടൈം എന്ന് പറയുന്ന പ്രൈം ടൈം അഥവാ ബ്ലൂം ടൈം എന്ന് പറയുന്ന അരമണിക്കൂർ നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇന്ന് മുതൽ ഉണ്ടാവുമാറാവട്ടെ. അരമണിക്കൂർ എത്ര തിരക്കിലാണെങ്കിലും സൈക്കോളജി പറയുകയാണ് ബ്ലൂം ടൈം എന്നാണ് ആ സമയത്തെ പറയുന്നത്. പുതിയ കാലഘട്ടത്തിൽ ആർക്കും മിണ്ടാനും പറയാനും സമയമില്ല അല്ലേ? ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത് ആരോടൊപ്പം? മൊബൈൽ ഫോണിനോടൊപ്പം അല്ലേ? നമ്മളുടെ കൂടെ തന്നെ കൊണ്ടെടുക്കും. രാത്രി കിടന്നുറങ്ങുമ്പോൾ പിരിയണല്ലോ തമ്പുരാനേ എന്നാലോചിച്ചിട്ട് ആ വേദന സഹിക്കാൻ പറ്റാതെ ആളെ നമ്മൾ തലേണയുടെ താഴെ വെക്കും ഇല്ലേ? ആളെ പിരിയാൻ പറ്റൂല, തലേണയുടെ താഴെ വെക്കും. രാവിലെ പ്രതീക്ഷയോടെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മളെ കണ്ണിമകൾ നമ്മൾ തുറക്കുന്ന സമയത്ത് തന്നെ ആരുടെ പൂമുഖം ആദ്യം കാണുക? ഫോണ്. തീർച്ചയായും കണ്ണ് തുറക്കണതിന് മുമ്പ് കൈ തപ്പും തലേണയുടെ താഴെ. വെച്ചാൾ അവിടെ തന്നെയല്ലേ, മൂത്രമൊഴിക്കാൻ പോയിട്ടില്ലല്ലോ എന്ന് ഇല്ലേ? തപ്പിയെടുത്തിട്ട് ആ പൂമുഖം കണ്ടാ നമ്മൾ എഴുന്നേൽക്കുക. എന്നിട്ടൊന്ന് ഫുള്ളൊന്ന് നോക്കിയതിന് ശേഷം എഴുന്നേൽക്കുള്ളൂ. ഒരു പക്ഷേ പ്രാർത്ഥന ചൊല്ലാൻ പോലും നമ്മൾ മറക്കൂല്ലേ? ആ ഉറക്കത്തിൽ നിന്നും സ്ലീപ്പ് ഈസ് എ മിനിയേച്ചർ ഫോം ഓഫ് ഡെത്ത് എന്നാണ് പറയണത്. മരണത്തിൻ്റെ ഒരു കുഞ്ഞു ഫോമാണ് ഉറക്കം എന്ന് പറയണത്.
അതിൽ നിന്നും തമ്പുരാൻ എനിക്ക് നീ ജീവൻ തന്നല്ലോ എന്ന ഒരു അൽഹംദുലില്ലാ പോലും റബ്ബിനോട് പറയാൻ മറന്നുകൊണ്ട് നമ്മൾ ഫോണിനോട് സംവദിക്കാൻ തുടങ്ങും. ബാത്റൂം പോകുമ്പോൾ ചിലപ്പം കൊണ്ടുപോകില്ല അല്ലേ? ചിലപ്പം കൊണ്ടുപോകില്ല. കൊണ്ടുപോകണവരില്ലേ? ബാത്റൂം പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകണമില്ലേ? എന്നാൽ ഞാനൊരു അനുഭവം പറഞ്ഞു തരാം കേട്ടാ. ഒരു അനുഭവം പറയുകയാണ്. ഒരിക്കൽ ഒരാളെ, ഹലോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ലേ? ഞാൻ പറയുന്ന പല കാര്യങ്ങളും പലതരത്തിലുള്ള കോയിൻസിഡൻസും നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. എനിക്ക് ജീവനോട് ഇവിടുന്ന് പോകണം കേട്ടാ. എനിക്ക് 3 മണിക്കൂർ പോകണം. 3 കുട്ടികൾ എന്നെ കാത്തിരിക്കുന്നുണ്ട്. ഉമ്മയാണ് ഞാൻ, ഓരോരുത്തർക്ക് പോകണം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും യാദൃശ്ചികത നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തികച്ചും അതെന്താണ്, എൻ്റെ കുറ്റമല്ല. അപ്പോൾ പറഞ്ഞുകൊണ്ട് പറയാം. ബാത്റൂമിൽ കയറി ആര് കൗൺസിലിങ്ങിന് വന്നതാ, ഒരു ഭാര്യയും ഭർത്താവും. അപ്പോൾ അത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടണില്ല. ഞാനതെന്തേ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞയച്ചു. കാരണം എന്താണെന്നറിയോ, മൂപ്പര് ഫോണൊക്കെ എടുത്ത് ബാത്റൂം പോയി. ആര്? പുയ്യാപ്ല ബാത്റൂമിൽ പോയി മെസ്സേജ്, വാട്സപ്പൊക്കെ തുറന്ന് മെസ്സേജ് ഓരോന്ന് കേൾക്കുകയാണ്. അപ്പോൾ കുറേ വോയിസ് മെസ്സേജസ് വന്നിട്ടുണ്ട്. ഓരോ മെസ്സേജ് ഇങ്ങനെ കേൾക്കുകയാണ്. ആദ്യം ഒരു മെസ്സേജ് പ്ലേ ചെയ്തു. പ്ലേ ചെയ്യണതിൻ്റെ ഇടയിൽ അത് കട്ടായി. വീണ്ടും പ്ലേ ചെയ്തു, വീണ്ടും കട്ടായി. പക്ഷെ പിന്നെയും പ്ലേ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ കട്ടാകണോ, പ്ലേ ചെയ്യണോ, പിന്നെയും കട്ടാകണോ, പ്ലേ ചെയ്യണോ, അങ്ങനെ കഷ്ടപ്പെട്ട ആ വോയിസ് മുഴുവൻ കേട്ട് തീർത്തു. ഒക്കെ കേട്ട് കഴിഞ്ഞ് നേരെ ഫോണിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഉണ്ട് എയർപോഡ് ഈസ് കണക്റ്റഡ്. എന്താണ്? എയർപോഡില്ലേ, ചെവി കുത്തണ മറ്റേ സാധനം, വയറില്ലാത്ത, മനസ്സിലായോ? അത് കണക്റ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ആരേത് കണക്റ്റാക്കി? മൂപ്പര് ഫോൺ ഒറ്റക്ക് എടുത്തുകാണ്ട് ആ ബാത്റൂമിൽ കയറി. എയർപോഡ് എവിടെ ഉണ്ടായിന്? ബെഡിൽ. എയർപോഡ് ബെഡ്റൂമിൽ ബെഡിൽ മറന്നു വെച്ചിട്ട് മൂപ്പര് ഫോൺ മാത്രം എടുത്ത് എവിടെ കയറി? ബാത്റൂമിൽ കയറി. ഫോണിലാണെങ്കിൽ ബ്ലൂടൂത്ത് ഓണായിരുന്നു. എയർപോഡ് കണക്റ്റായി. വോയിസ് മുഴുവൻ ആരെ കേട്ടു? 2 ആളും കൂടെ കേട്ടു. ഓനും കൂടെ വോയിസ് ഒക്കെ കേട്ടു. ഇപ്പം കേസ് എവിടെ എത്തി? ക്ലിനിക്കിലെത്തി. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. കാരണം ഓള് കേട്ടിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓളെ പിടിച്ച് നിർത്തായിരുന്നു. ഇത് മുഴുവൻ ലൈവായിട്ട് ഓള് കേട്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ കുടുംബ കോടതിയിൽ എത്തി നിൽക്കുകയാണ് കേസ്. മനസ്സിലായല്ലോ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ബാത്റൂമിലേക്ക് ഫോൺ കൊണ്ടുപോകാന്ന് പറയുന്നത് പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മൊബൈൽ ഫോണിനെ പറ്റിയല്ല പറഞ്ഞത്. ബാത്റൂം എന്ന് പറയുന്നത് പിശാചിൻ്റെ ഇടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിശാചിൻ്റെ ഇടമാണ്. അവിടെ നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കരുത് എന്ന് 1400 വർഷങ്ങൾക്ക് മുൻപേ ഒരു ശാസ്ത്രത്തിൻ്റെയും പിൻബലമില്ലാതെ ഹബീബ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു വെച്ചു. ഇന്ന് ശാസ്ത്രം ഒരുപാട് മുന്നിലെത്തി. മെഡിക്കൽ സയൻസ് പറയുകയാണ്, ബാത്റൂമിൽ, ക്ലോസറ്റിൽ ഏറ്റവും കൂടുതൽ സമയം ഇരിക്കുന്ന ആളുകൾക്കാണ് പൈൽസ് ഉണ്ടാവുക, ഫിസ്റ്റുല ഉണ്ടാവുക, ഫിഷർ ഉണ്ടാവുക, കോളൻ ക്യാൻസർ വരിക. ലാർജ് ഇൻഡസ്റ്റൈൻ ബന്ധപ്പെട്ടിട്ടുള്ള വൻകുടലുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് 95% പോസിബിലിറ്റി സാഹചര്യം ഉണ്ടാക്കുന്നത് ബാത്റൂമിൽ കൂടുതൽ സമയം ഇരിക്കുന്നവർക്കാണ് അല്ലേ? അപ്പം ക്യാൻസറും പിന്നെ പൈൽസും ഫിഷറും ഫിസ്റ്റുല ഉണ്ടാവും മാത്രമല്ല കുടുംബവും തകരുന്നു. ഇപ്പം മനസ്സിലായില്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ബാത്റൂമിലെ പരിപാടി കഴിഞ്ഞാൽ വേഗം പോരുക. ബാത്റൂമിൻ്റെ ഉള്ളിലേക്കും ഈ സാധനം കൊണ്ടുപോകരുത്. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസിനേക്കാളും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളത് ഉപയോഗിക്കുമ്പോൾ, പഠിച്ചോനെ എൻ്റെ സമയം ഞാനതിൽ ചിലവഴിക്കുമ്പോൾ എനിക്ക് ഉപകാരപ്പെടണം അല്ലേ? എൻ്റെ നോളജ് പർപ്പസിന്, എൻ്റെ അറിവ് വർദ്ധിപ്പിക്കുവാൻ, അല്ലെങ്കിൽ എൻ്റെ ജോലി ആവശ്യങ്ങൾക്ക്, എൻ്റെ പ്രൊഫഷന്, എൻ്റെ കരിയറിന്, എൻ്റെ ജീവിതത്തിന് എനിക്ക് ഉപകാരപ്പെടുന്ന തരത്തിലേ ഞാനിത് ഉപയോഗിക്കുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ മക്കൾ മൊബൈൽ ഫോൺ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുമ്പോൾ അല്ലേ, 1-2 റീൽസ് കണ്ടിട്ട് തരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും വാങ്ങുക. 2 റീൽസ് കണ്ട് നമുക്ക് ആർക്കെങ്കിലും നിർത്താൻ പറ്റലുണ്ടോ? ഇല്ലല്ലേ? 2 റീല് കണ്ടിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങും. പക്ഷെ 200ാമത്തെ റീലിലായിരിക്കും നമ്മൾ തന്നെ അതറിയുക. ഈ റീൽസ് ആയിക്കോട്ടെ, അതുപോലെ ഫ്രീ ഫയർ, പബ്ജി പോലെയുള്ള ഗെയിമുകളുടെ ടോക്സിസിറ്റി നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഏറ്റവും കൂടുതൽ ക്രിമിനൽ മൈൻഡ് ഉണ്ടാവുന്നത് ഈ പബ്ജി, ഫ്രീ ഫയർ പോലുള്ള ഗെയിം കളിക്കുന്ന കുട്ടികൾക്കാണ്. നിങ്ങൾക്കറിയോ, ആർമിയിലുള്ള പട്ടാളക്കാർക്ക് പല രാജ്യങ്ങളിലും വളരെ ക്രൂവലായിട്ട് തൻ്റെ ശത്രു രാജ്യത്തിലുള്ള ആളുകളെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ആ രാജ്യങ്ങളിലെ ആർമിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കൊണ്ട് കുഞ്ഞുനാൾ മുതലേ ഇത്തരം ഗെയിമുകൾ കളിപ്പിക്കും. ഇത്തരം ഗെയിമുകൾ അവർക്ക് കളിക്കാൻ കൊടുക്കും. ഇത് കളിച്ച് അവരുടെ മൈൻഡ് ക്രിമിനൽ മൈൻഡായി മാറുകയാണ്. നമ്മൾ ആലോചിക്കണം, എത്ര കുട്ടികളെ നേരെ ക്ലിനിക്കിൽ കൊണ്ടുവരാറുള്ളത്. 30 മിനിറ്റ് നമ്മൾ മൊബൈൽ ഫോൺ കാണുമ്പോൾ, മൊബൈൽ ഫോൺ എങ്ങനത്തെ കാണുമ്പോൾ? ചിന്തിക്കാൻ സഹായിക്കാത്ത,
നമ്മൾ ചിന്താശേഷി വർദ്ധിപ്പിക്കാത്ത തരത്തിലുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള വിനോദത്തിന് മാത്രമായിട്ടുള്ള അരമണിക്കൂർ നമ്മൾ മൊബൈലിൽ ചെലവഴിക്കുമ്പോൾ തലച്ചോറിലുള്ള 300 ന്യൂറോൺസാണ് ഇനാക്റ്റീവ് ആകുന്നത്. ഇതൊക്കെ മെഡിക്കൽ സയൻസ് തെളിയിക്കുന്നതാണ്, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. 300 ന്യൂറോൺസാണ് ഇനാക്റ്റീവ് ആകുന്നത്. ഈ ഇനാക്റ്റീവ് ആയ ന്യൂറോൺസ് പിന്നീട് ആക്റ്റീവ് ആകണമെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വായിച്ചു തീർക്കണം, അല്ലെങ്കിൽ അത്രയും സമയം നമ്മൾ ചിന്തിക്കണം. വേറെ എന്തെങ്കിലും ബുദ്ധി വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള ചിന്തകളിലേക്ക് എത്തിയാലേ ആ ന്യൂറോൺസ് പഴയ അവസ്ഥയിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ മക്കൾ ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ്. മാക്സിമം നിങ്ങളുടെ കരിയർ, പ്രൊഫഷൻ അത് സെറ്റാക്കേണ്ട സമയമാണ്. നിങ്ങളുടെ പൊന്നാനി മാത്രമുള്ള ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും കോളേജിലും പഠിച്ചാൽ പോരാ, ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും പോയി വിദ്യ അഭ്യസിക്കേണ്ടതുണ്ട്. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിദ്യ നിങ്ങൾ അഭ്യസിക്കേണ്ടതുണ്ട്. നല്ല ബുദ്ധിയുള്ള മക്കളാണ് നിങ്ങൾ. എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് രാജകുമാരന്മാരും രാജകുമാരികളുമായിട്ടാണ്. എല്ലാവർക്കും ഒരേ ബുദ്ധിയാണ് പഠിച്ചും കൊടുക്കുക. നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പിന്നീട് നമ്മളത് എത്രത്തോളം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു അതിനനുസരിച്ചാണ് നമ്മളായിത്തീരുക. അതിന് വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വേണം. വലിയ കിനാവുകൾ കാണണം. മലയോളം ആഗ്രഹിച്ചാലേ കുന്നോളം കിട്ടുള്ളൂ, കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ. അതുകൊണ്ട് മലയോളം ആഗ്രഹിക്കുക പ്രിയപ്പെട്ട മക്കളെ. മൊബൈൽ ഫോണിന് അടിമകളായി തീരാതിരിക്കുക. അതൊന്നും കിട്ടാനില്ല. മൊബൈൽ ഫോണിൽ നിന്നും 0% ആണ് നിങ്ങൾക്ക് ഗുണം കിട്ടുള്ളൂ. അതുകൊണ്ട് മൊബൈൽ ഫോണിനോട് നിങ്ങൾ നോ പറയുക, അല്ലെങ്കിൽ അതിൻ്റെ സമയം കുറയ്ക്കുക. നിങ്ങളെന്നൊരു ലിമിറ്റ് വെക്കുക. അത് ഉമ്മയും മാറ്റിവെക്കും മോളെ, മാറ്റിവെക്കും മോനെ എന്ന് പറയേണ്ട അവസ്ഥ വരരുത്. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റായിട്ട് നിങ്ങൾ പറയണം. ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് അതൊരു പ്രായം കഴിഞ്ഞിട്ടേ മക്കൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അത് ഡൗൺലോഡ് ചെയ്ത് അപ്പം തന്നെ അതിൽ ഹായ് വരൂലേ? വരില്ല, ഹായ് വരും. അപ്പോൾ പിന്നെ അതിന് ഹലോ എന്ന് പറയേണ്ടി വരും. ഹലോ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് റിപ്ലൈ കൊടുക്കേണ്ടി വരും ഇല്ലേ? ഒരിക്കൽ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, ഒരു മോന് കൗൺസിലിങ്ങിന് വന്ന സമയത്ത് ലേണിംഗ് ഡിസബിലിറ്റിക്കാണ് കൊണ്ടുവന്നേ. സംസാരിച്ച് ഞങ്ങൾ നല്ല കമ്പനിയൊക്കെ ആയപ്പോൾ എന്നോട് പറയാം, ഡോക്ടർ ഞങ്ങൾ ചാറ്റ് ചെയ്യലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറയാം പിന്നെ ചാറ്റ് ചെയ്യലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്നോട് പറയാം, ഇനി നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോഴേ സ്നാപ്ചാറ്റിൽ കൂടെ ചാറ്റ് ചെയ്താൽ മതി കേട്ടോ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ സ്നാപ്ചാറ്റ്? എന്താ സ്നാപ്ചാറ്റ് കൂടെ ചാറ്റ് ചെയ്താൽ ആർക്കും അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല ഡോക്ടർ, നിങ്ങൾ ഡിലീറ്റ് ചെയ്താലും ആർക്കും അത് കിട്ടില്ല എന്ന്. അങ്ങനെ എന്തിനാ ഡിലീറ്റ് ചെയ്യണേ? അല്ല, നമ്മൾ ചിലപ്പോൾ ചാറ്റ് ചെയ്യണം, നമുക്ക് ഡിലീറ്റ് ഒക്കെ ചെയ്യേണ്ടി വരൂലേ? ഉമ്മിപ്പം കാണാൻ പറ്റാത്ത ചാറ്റൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾ സ്നാപ്ചാറ്റ് കൂടെ ചെയ്താൽ മതി. 7ാം ക്ലാസ് പഠിക്കുന്ന മോനാ പറയണേ. അല്ലേ, നിങ്ങൾ ആലോചിക്കണം. 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് കൂൾ എന്താന്ന് ആദ്യമായിട്ട് എനിക്ക് പഠിപ്പിച്ചു തന്നത്. കുറേ കൊല്ലം മുമ്പെയാണ്. 4ാം ക്ലാസ് പഠിക്കുന്ന മോന് അവന് പോക്കറ്റിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു. ഒരു വെള്ള കളറിലുള്ള ഒരു കുഞ്ഞു പാക്കറ്റ്, ഒരു കുഞ്ഞു തലയണ പോലെയുള്ള ഒരു സാധനം. ഇതെന്താ മിഠായിയാന്ന് വിചാരിച്ചു ഞാൻ. എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാനിങ്ങ് നോക്കിയപ്പോൾ അവൻ പറയാം, ഇതെന്താണെന്ന് അറിയില്ലേന്ന്. ഇല്ല കുഞ്ഞേന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയാം, അയ്യേ നിങ്ങൾ എന്ത് ഡോക്ടറാ, ഇത് കൂളല്ലേ ഡോക്ടറെ, ചുണ്ടിൻ്റെ താഴെ വെച്ച് നോക്കി നിങ്ങൾ സ്വർഗം കാണുമെന്ന്. അപ്പോൾ കൂളാത്രേ. ചുണ്ടിൻ്റെ അടിയിൽ വെക്കുന്ന ഹാൻഡ്സിൻ്റെ ഏതോ ഒരു പുതിയ ന്യൂലി ഇൻവെൻറ്റഡ് വേർഷനാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആലോചിക്കണം, നമ്മളെ കുട്ടികളെ ജീവിതം വിജയം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ ദൂരെയൊക്കെ പോകണം. ഏത് രാജ്യത്തിലും ഏത് മുക്കിലും മൂലയിലും പോയിട്ട് അവർ വിദ്യ അഭ്യസിക്കട്ടെ. പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങൾ ചൈനയിലും പോയി വിദ്യ അഭ്യസിക്കണമെന്ന്. അത് ആണിനോടോ പെണ്ണിനോടോ മാത്രമല്ല പറയണത്, രണ്ടുപേരോടും കൂടിയാണ് പറയണേ. ആണിനും പെണ്ണിനും ഒക്കെ വിദ്യ അഭ്യസിക്കാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിമിഷ കവിയായിരുന്നു, പ്രഗത്ഭയായ ഒരു എഴുത്തുകാരിയായിരുന്നു, പ്രാസംഗികയായിരുന്നു. എന്തെല്ലാം കഴിവുകൾ അവർക്കുണ്ടായിരുന്നു എന്നറിയോ? പ്രവാചകൻ നൽകിയ ചിറകാണത്. പ്രവാചകൻ ശക്തിപ്പെടുത്തിയ ചിറകിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവർ മാനമുട്ടെ പറന്നത്. അതുകൊണ്ട് ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു ആദർശമുണ്ട്. നമ്മൾ പഠിച്ചു വന്ന ഒരു ആദർശമുണ്ട് പ്രിയപ്പെട്ടവരെ. വി ഹാവ് അവർ ഓൺ ഇൻഡിവിജ്വാലിറ്റി. ആ ഇൻഡിവിജ്വാലിറ്റിയിൽ നിന്നും, ആ പേഴ്സണാലിറ്റിയിൽ നിന്നും, ആ ആദർശത്തിൽ നിന്നും ഒരു തരിമ്പ് പോലും പിറകിലേക്ക് വരാതെ ഭൂമിയുടെ ഏത് മൂലയിൽ പോയി നമുക്ക് പഠിക്കാം, ജോലി ചെയ്യാം. ചുറ്റുമുള്ളവർ എന്തും ചെയ്തോട്ടെ, ചുറ്റുമുള്ളവർ എങ്ങനെയും ജീവിച്ചോട്ടെ, ചുറ്റുമുള്ളവർ എങ്ങനെയും വസ്ത്രം ധരിച്ചോട്ടെ, ചുറ്റുമുള്ളവർ ഏത് ശീലങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നോട്ടെ. പക്ഷേ എനിക്ക് എൻ്റെ ആദർശമുണ്ട്. എനിക്ക് ഇന്നത് ഹലാലാണ് ഹറാമാണെന്ന് എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹറാമിലൂടെയുള്ള ഒരു ആനന്ദവും എനിക്ക് വേണ്ട, ഹറാമിലൂടെയുള്ള ഒരു എൻജോയ്മെൻറ്റ്സ് എനിക്ക് വേണ്ട എന്ന് ആണയിട്ട് നമ്മൾ തീരുമാനം എടുക്കണം. ചുറ്റുമുള്ളവരെടുത്തിട്ട് കാര്യമില്ല, ഉമ്മയൊപ്പം എടുത്തിട്ട് കാര്യമില്ല, ഉസ്താദന്മാരെടുത്തിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മക്കളാണ് ആ തീരുമാനം എടുക്കേണ്ടത്. എല്ലാവരും സെറ്റായിക്കോട്ടെ, ഞാൻ സെറ്റാവില്ല അല്ലേ? 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോള് ക്ലിനിക്കിൽ വന്ന് പരാതി പറഞ്ഞതാ, ഡോക്ടറെ ക്ലാസ്സിൽ 38 കുട്ടികളാണുള്ളത്, 37 ആളും സെറ്റായിക്കണം, ഞാൻ മാത്രം സെറ്റായിട്ടില്ല എന്ന്. എനിക്ക് മാത്രം ലൈനില്ല എന്ന്
മനസ്സിലായില്ല സെറ്റാവാന്ന് വെച്ചാൽ ഓക്കെ ലൈൻ ഇല്ലാത്തതിൻ്റെ സങ്കടമാണ്, ഓക്ക് വിഷമാണ്, പ്രയാസമാണ്. അപ്പോൾ എല്ലാവരും ലൈൻ അടിച്ച് നടക്കണു അല്ലേ? ലൈനുമാർ ലൈന് പൊന്നാനി ലൈന് തന്നെയല്ലേ പറയാ റബ്ബേ അല്ലേ? ഹൈ എന്തെങ്കിലൊന്നും മിണ്ടാത്തേ? ഈ മടിയാണ് പ്രശ്നങ്ങൾ വിചാരിച്ചു നമ്മൾ കുട്ടിയൊക്കെ ഇതൊന്നും അറിയില്ല എന്ന്. നമ്മൾ 18ലും 19ലും അറിയണത് നമ്മൾ കുട്ടികൾ 5ലും 6ലും അറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനാണ് നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ടൈം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞത്. ആ അരമണിക്കൂർ അതിനുള്ളതാ. ഉമ്മയും ഉപ്പയും വല്യമ്മയും വല്ലിപ്പയും മക്കളും വേറെ കുട്ടികളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണം, എല്ലാം ചർച്ച ചെയ്യണം, എല്ലാത്തിനെ കുറിച്ചും സംസാരിക്കണം. അപ്പോഴേ മക്കളുടെ ചിന്ത എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലാവുമ്പോഴേ അത് തിരുത്തി കൊടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ കുട്ടി ലെസ്ബിയനിസത്തിലേക്ക് പോകുന്നുണ്ട്, എൻ്റെ കുട്ടി ഗേയിസത്തിലേക്ക് പോകുന്നുണ്ട്, എൻ്റെ കുട്ടി ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക് പോകുന്നുണ്ട്, എൻ്റെ കുട്ടി ബൈസെക്ഷുവാലിറ്റിയിലേക്ക് പോകുന്നുണ്ട്, എൻ്റെ കുട്ടിയുടെ തിയറി ലിബറലിസമാണ്, എൻ്റെ കുട്ടിയുടെ തിയറി വിബ്ജിയോറാണ്, എൻ്റെ കുട്ടിയുടെ തിയറി റെയിൻബോ ആണ്, എൻ്റെ കുട്ടിയുടെ തിയറി സിഗ്മയാണ്, എൻ്റെ കുട്ടിയുടെ തിയറി ലിവിങ് ടുഗദറാണ്, അല്ലെങ്കിൽ ഡേറ്റിംഗ് ആണ്. ഈ പറഞ്ഞ വല്ലതും നിങ്ങൾ കേട്ടുകണാ? ഒന്നും കേട്ടിട്ടില്ലേ? കേട്ടുകണാ? ചിലരൊക്കെ ചിലതൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ കേൾക്കുക മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പഠിക്കുക കൂടി വേണം. ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള കുറേ കുട്ടികൾ ഇവിടെ ഉണ്ട്. അവരോട് ചോദിച്ചു നോക്കുക, അവരിതൊക്കെ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും നമുക്ക്. മക്കളെല്ലാം അത് കേട്ടിട്ടില്ലേ? ഇല്ലേ? കുട്ടികൾക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം. കാരണം എന്താ? അവരുടെ തിയറി ഇതൊക്കെയാണ്. അവർ കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ്. അതുകൊണ്ട് ഉമ്മയും ഉപ്പയും ആദ്യം അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. നമ്മൾ പൊട്ടക്കിണറിലെ തവളേനെ പോലെ ആവുകയല്ല വേണ്ടത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൽ ഇത്തരത്തിലുള്ള വളരെ പുതിയ പുതിയ നോളജുകൾ, അറിവുകൾ അപ്ഡേറ്റ് ചെയ്യുവാനാണ്, നോളജ് അപ്ഗ്രേഡ് ചെയ്യുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിൻ്റെ പുതിയ നിയോ ലിബറലിസത്തിൻ്റെ അതിടോക്സിസിറ്റി നിറഞ്ഞ വിഷം വമിക്കുന്ന ചിന്താഗതികളിലേക്ക് നമ്മളെയും നമ്മളുടെ കുടുംബത്തെയും നാം പറഞ്ഞയക്കാതിരിക്കുക. നാം പഠിച്ചു വന്ന ആദർശം അതേ അർത്ഥത്തിലും ആഴത്തിലും ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും എത്തിക്കഴിഞ്ഞാലും ആ ആദർശത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ പട്ടം പോലെയാണ്. ആ പട്ടത്തെ ആകാശം മുട്ടെ പറക്കാൻ അനുവദിക്കുക. പക്ഷേ ആ നൂലിൻ്റെ ഒരറ്റം മക്കളുടെ, ആ നൂലിൻ്റെ ഒരറ്റം മാതാപിതാക്കളുടെ കൈകളിൽ ഭദ്രമാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ല മാതൃക കാണിച്ചു കൊടുത്ത് ഖുർറത്തായിൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. കൺകുളിർമയാണ്. എന്നെയും എൻ്റെ ഇണയെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും എനിക്ക് കൺകുളിർമയേക്ക് ആക്കി തീർക്കണമേ എന്നാണ് നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നത്. സമ്പത്തും സന്താനങ്ങളും നമുക്ക് അലങ്കാരമാണ്. അത് അലങ്കോലമല്ലാതെ അലങ്കാരം തന്നെയായി നിലനിർത്തുവാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളുടെ ഈ കൂടിച്ചേരൽ, നിങ്ങളുടെ ഈ ഒത്തൊരുമ, ഈ സന്തോഷം, സമാധാനം അല്ലാഹു ഇനിയും ഇനിയും വർദ്ധിപ്പിക്കുമാറാവട്ടെ. നിങ്ങൾക്കുള്ളിലുള്ള ഈ ചേർച്ച, ഈ സ്നേഹബന്ധം ഒരംശം പോലും പിറകിലേക്ക് വരാതെ വീണ്ടും വീണ്ടും തളിർത്ത് അത് കായും പൂവുമായി സുഗന്ധം പരത്തുന്ന രൂപത്തിലേക്ക് ഇനിയും എത്തിച്ചേരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.